നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. മതേതര മൂല്യങ്ങൾക്ക് വിരുദ്ധമാണെന്നും RSS അജണ്ടയാണെന്നും ആരോപിച്ച് കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ പാർട്ടികളും വന്ദേ മാതരം പൂർണ്ണരൂപത്തിൽ ആലപിക്കാൻ വിസമ്മതിക്കുന്നതിനിടെ കേരള നിയമസഭയിൽ ആദ്യമായി വന്ദേ മാതരം മുഴങ്ങി. മുഴുവൻ വരികളും ആലപിച്ചില്ലെങ്കിലും ദേശീയ ഗീതം സഭയിൽ ഉയർന്നത് വലിയ രാഷ്ട്രീയ ചർച്ചയ്ക്കാണ് വഴിവെച്ചിരിക്കുന്നത്. വന്ദേ മാതരം മുഴങ്ങുമ്പോൾ കേരള രാഷ്ട്രീയത്തിന് എന്തുകൊണ്ട് പേടി? മാതൃഭൂമിയെ വണങ്ങുന്ന ഗാനത്തിന്റെ മുഴുവൻ വരികളും പാടണമെന്ന ആവശ്യമാണ് ഇപ്പോൾ കേരളത്തിൽ രാഷ്ട്രീയ ഭൂചലനമാകുന്നത്. ദേശീയതയുടെ പേരിൽ BJP, മതേതരത്വത്തിന്റെ പേരിൽ കോൺഗ്രസ്, RSS അജണ്ടയെന്ന് വിളിച്ച് LDF. എന്നാൽ ചോദ്യം ഒന്നു മാത്രം: വന്ദേ മാതരം മുഴുവനായി പാടുന്നതിൽ എന്താണ് ഭയം? സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പാടിയപ്പോൾ അറിയാതെ സംഭവിച്ചു എന്ന് പറഞ്ഞ കോൺഗ്രസ് നിയമസഭയിൽ ഗവർണർ വീണ്ടും ആവശ്യപ്പെട്ടപ്പോൾ മുൻകൂട്ടി വെട്ടിക്കുറച്ചു. മുഴുവൻ ഗാനം ഒഴിവാക്കി തുടക്കഭാഗം മാത്രം ബാൻഡിലൂടെ മുഴക്കി തടിയൂരിയ സർക്കാർ പ്രതിപക്ഷത്തിന് വടി കൊടുക്കാതെ രക്ഷപ്പെട്ടു. ഇതുകൊണ്ട് തീരുന്നില്ല. കേന്ദ്ര നിർദ്ദേശത്തെ തുറന്നെതിർക്കാൻ എപ്പോഴുമാവുമോ? പാടിയാൽ RSS മുദ്ര വീഴുമെന്ന ഭയം. ഇതാണോ കേരളത്തിന്റെ മതേതര രാഷ്ട്രീയം? മാതൃഭൂമിയെ വണങ്ങുന്ന ഗാനം പോലും ഇപ്പോൾ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ കുരുതിക്കളത്തിലാണോ? വന്ദേ മാതരം പാടുന്നത് ദേശീയതയോ അതോ സംഘപരിവാർ രാഷ്ട്രീയത്തിന് കീഴടങ്ങലോ? ചർച്ച ചെയ്യും. ഇന്ന് നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് മുൻപാണ് വന്ദേ മാതരം ബാൻഡിലൂടെ മുഴങ്ങിയത്. കേരള നിയമസഭയിൽ ആദ്യമായിട്ടായിരുന്നു വന്ദേ മാതരം ആലപിക്കുന്നത്. വന്ദേ മാതരത്തിന്റെ മുഴുവൻ വരികളും, അതായത് 6 ഖണ്ഡികകളും പാടണം എന്ന കേന്ദ്ര നിർദ്ദേശത്തിന് പിന്നാലെയായിരുന്നു ലോക് ഭവൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. പക്ഷേ സർക്കാർ ഇത് മുൻകൂട്ടി കാണുകയും ആദ്യ വരികൾ മാത്രം മുഴക്കുകയും ചെയ്തു. ബാൻഡിലൂടെ മുഴങ്ങിയത് ആദ്യ ഭാഗങ്ങൾ മാത്രമായിരുന്നു. ഇതിൽ ഗവർണർ അതൃപ്തി പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് നിയമസഭയിൽ നടന്ന കാര്യങ്ങളിലേക്ക് ആദ്യം. വന്ദേ മാതരം മുഴുവനായി, അതായത് 3 മിനിറ്റും 10 സെക്കൻഡും പാടണം എന്നുള്ളതാണ് കേന്ദ്ര നിർദ്ദേശം. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഇങ്ങനെയൊരു നിർദ്ദേശം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാനങ്ങൾക്ക് നൽകിയത്. ആ നിർദ്ദേശത്തിന്റെ പകർപ്പാണ് ഈ കാണുന്നത്. ദേശീയ ഗീതവുമായി ബന്ധപ്പെട്ട ഉത്തരവുകൾ: ഇന്ത്യയുടെ ദേശീയ ഗീതം വിവിധ അവസരങ്ങളിൽ ആലപിക്കുകയോ വായിക്കുകയോ ചെയ്യപ്പെടുന്നു. ദേശീയ ഗീതത്തിന്റെ ഔദ്യോഗിക പതിപ്പ്, അത് ആലപിക്കേണ്ടതും വായിക്കേണ്ടതുമായ അവസരങ്ങൾ, അത്തരം അവസരങ്ങളിൽ ദേശീയ ഗീതത്തോടുള്ള യോജിച്ച ആദരവ് പാലിക്കേണ്ടതിന്റെ ആവശ്യകത എന്നിവയെക്കുറിച്ചുള്ള പൊതുവായ വിവരങ്ങൾക്കും മാർഗനിർദ്ദേശങ്ങൾക്കുമായി താഴെ പറയുന്ന നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇങ്ങനെയൊരു നിർദ്ദേശം നൽകിയത്. അതിൽ ദേശീയ ഗീതം ഔദ്യോഗിക പതിപ്പ് എന്താണെന്ന് ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച വന്ദേ മാതരം എന്ന ഗാനം ദേശീയ ഗീതമായി അറിയപ്പെടുന്നു. ദേശീയ ഗീതമായ വന്ദേ മാതരം എന്ന ഗാനത്തിന്റെ വരികൾ ചുവടെ കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മുഴുവൻ സ്റ്റാൻസയും മുഴുവൻ ഭാഗവും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഓർഡർ വന്നിരിക്കുന്നത്. ഇതിൽ ആദ്യത്തെ 2 സ്റ്റാൻസ് മാത്രമായിരുന്നു ചടങ്ങുകൾക്ക് പാടിക്കൊണ്ടിരുന്നത്. പക്ഷേ മുഴുവൻ ഖണ്ഡികകളും പാടണം എന്നുള്ള നിർദ്ദേശമാണ് കൊടുത്തിരുന്നത്. അതായത് ഈ ദൈർഘ്യം ഏകദേശം 3 മിനിറ്റ് 10 സെക്കൻഡ് ആയിരിക്കും എന്നുള്ള നിർദ്ദേശവും നൽകിയിരുന്നു. പിന്നെ എപ്പോഴൊക്കെ ഇത് ദേശീയ ഗീതം വന്ദേ മാതരം
ആലപിക്കണം എന്നുള്ള കാര്യവും കൃത്യമായിട്ടുള്ള നിർദ്ദേശമായി നൽകിയിരുന്നു. അതായത് ദേശീയ ഗീതത്തിന്റെ ഔദ്യോഗിക പതിപ്പ് താഴെ പറയുന്ന അവസരങ്ങളിൽ വായിക്കപ്പെടണം എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ ഒന്നാമത്തെ കാര്യം ഈ സ്ഥാനാരോഹണ ചടങ്ങുകളാണ്. അതാണ് ഒന്നാമതായി വരുന്നത്. രണ്ടാമതായി വരുന്നത് രാഷ്ട്രപതി ഔദ്യോഗിക സംസ്ഥാന ചടങ്ങുകളിലും സർക്കാർ സംഘടിപ്പിക്കുന്ന മറ്റ് പരിപാടികളിലും എത്തുമ്പോഴും മടങ്ങിപ്പോകുമ്പോഴും ആലപിക്കണം എന്നുള്ളതാണ്. പിന്നീടുള്ളത് രാഷ്ട്രപതി ആകാശവാണിയിലൂടെയോ ടെലിവിഷനിലൂടെയോ രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നതിന് തൊട്ട് മുൻപും ശേഷവും വന്ദേ മാതരം ആലപിക്കണം എന്നുള്ള കാര്യവും. പിന്നെ നാലാമതായിട്ട് വന്നിരിക്കുന്നത് ഗവർണർമാർ, ലഫ്റ്റനന്റ് ഗവർണർമാർ തങ്ങളുടെ സംസ്ഥാനത്തിലോ കേന്ദ്രഭരണ പ്രദേശത്തിലോ നടക്കുന്ന ഔദ്യോഗിക ചടങ്ങുകളിൽ എത്തുമ്പോഴും മടങ്ങിപ്പോകുമ്പോഴും വന്ദേ മാതരം ആലപിക്കണം. 5 ദേശീയ പതാക പരേഡിലേക്ക് കൊണ്ടുവരുമ്പോൾ രാജ്യ സർക്കാർ പ്രത്യേക ഉത്തരവ് പുറപ്പെടുവിക്കുന്ന മറ്റവസരങ്ങളിലും ദേശീയ ഗീതമായ വന്ദേ മാതരം ആലപിക്കണം എന്നുള്ളതാണ് ഈ ഓർഡറിൽ പറയുന്നത്. ബാൻഡ് മുഖേന ദേശീയ ഗീതം വായിക്കുമ്പോൾ ദേശീയ ഗീതം ആരംഭിക്കാനിരിക്കുകയാണെന്ന് കേൾക്കുന്നവരെ അറിയിക്കുന്നതിനായി ഡ്രം റോൾ മുൻകൂർ നൽകണം എന്നും നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്നാൽ ദേശീയ ഗീതം തുടങ്ങാനിരിക്കുകയാണെന്ന് വ്യക്തമാക്കുന്ന മറ്റേതെങ്കിലും സൂചന ഉണ്ടായാൽ ഇത് ആവശ്യമില്ല എന്നും നിർദ്ദേശത്തിൽ പറഞ്ഞിട്ടുണ്ട്. ശബ്ദം മൃദുവായി ആരംഭിച്ച് ക്രമേണ ഉയർന്ന് പിന്നെ വീണ്ടും മൃദുവാകണം എന്നുള്ള നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. പിന്നെ ഓരോ ബീറ്റുകളും എങ്ങനെയാണെന്നുള്ള നിർദ്ദേശവും കൂടെ. ദേശീയ ഗീതത്തിന്റെ കൂട്ടായ ആലാപനം, ദേശീയ ഗീതത്തിന്റെ ഔദ്യോഗിക പതിപ്പ് താഴെ പറയുന്ന അവസരങ്ങളിൽ കൂട്ടായ ആലാപനത്തോടൊപ്പം അവതരിപ്പിക്കണമെന്ന നിർദ്ദേശവും നൽകിയിരുന്നു. ഇത് ഫെബ്രുവരിയിലായിരുന്നു ഈ നിർദ്ദേശം വന്നത്. ദേശീയ പതാക ഉയർത്തുന്ന അവസരങ്ങളിൽ സാംസ്കാരിക പരിപാടികളിലും പരേഡ് ഒഴികെയുള്ള ഔപചാരിക ചടങ്ങുകളിലും ഇതിനായി ആവശ്യമായ വലിപ്പമുള്ള ഒരു ഗായക സംഘത്തെ ക്രമീകരിക്കാം എന്നുള്ള കാര്യവും നിർദ്ദേശമായി നൽകിയിരുന്നു. രാഷ്ട്രപതി, സർക്കാർ അല്ലെങ്കിൽ പൊതുപരിപാടികളിൽ എത്തുമ്പോഴും മടങ്ങിപ്പോകുന്നതിന് മുൻപും ഔദ്യോഗിക സംസ്ഥാന ചടങ്ങുകൾ ഒഴികെ ഉള്ളവയിൽ ആലപിക്കണമെന്നും ദേശീയ ഗീതം ആലപിക്കുമ്പോഴെല്ലാം ഔദ്യോഗിക പതിപ്പാണ് കൂട്ടായ ആലാപനത്തോടെ അവതരിപ്പിക്കേണ്ടതെന്നുമുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പിന്നെ ഇത് സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം എന്ന രീതിയിലായിരുന്നു ആ സമയത്ത് ഈ ഫെബ്രുവരിയിൽ നൽകിയിരുന്നത്. ദേശീയ ഗീതം ആലപിക്കാവുന്ന എല്ലാ അവസരങ്ങളുടെയും സമ്പൂർണ്ണ പട്ടിക നൽകാൻ സാധ്യമല്ല എന്നുള്ള കാര്യവും നിർദ്ദേശത്തോടൊപ്പം നൽകിയിരുന്നു. എന്നാൽ രാജ്യത്തോടുള്ള ആദരസൂചകമായി യോജിച്ച മര്യാദയും അതിൻ്റെ വ്യവസ്ഥയും പാലിക്കുന്നുവെങ്കിൽ കൂട്ടായ ആലാപനത്തോടെയുള്ള ദേശീയ ഗീത ആലാപനത്തിന് എതിർപ്പില്ല എന്ന കാര്യം പറഞ്ഞിരുന്നു. എല്ലാ സ്കൂളുകളിലും ദിവസത്തെ പ്രവർത്തനം ദേശീയ ഗീതത്തിൻ്റെ, അതായത് വന്ദേ മാതരത്തിൻ്റെ കൂട്ടായ ആലാപനത്തോടെ തുടങ്ങാം എന്നുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ടായിരുന്നു. പൊതുവായ നിർദ്ദേശങ്ങൾ എന്ന രീതിയിൽ ദേശീയ ഗീതത്തിൻ്റെ ഔദ്യോഗിക പതിപ്പ് ആലപിക്കുകയോ വായിക്കുകയോ ചെയ്യുമ്പോൾ എല്ലാവരും ശ്രദ്ധാപൂർവം എഴുന്നേറ്റ് നിൽക്കണം എന്നുള്ള നിർദ്ദേശവും. എന്നാൽ വാർത്താ ചിത്രമോ ഡോക്യുമെൻ്ററിയോ പ്രദർശിപ്പിക്കുന്നതിനിടെ ചിത്രത്തിന്റെ ഭാഗമായാണ് ദേശീയ ഗീതം ഉൾപ്പെടുത്തിയിരിക്കുന്നതെങ്കിൽ പ്രേക്ഷകർ എഴുന്നേറ്റ് നിൽക്കേണ്ടതില്ല എന്നുള്ള നിർദ്ദേശവും നൽകിയിരുന്നു. ഇങ്ങനെയുള്ള പൊതു നിർദ്ദേശമാണ് നൽകിയിരുന്നത്. മറ്റൊരു കാര്യം ഏറ്റവും അവസാനമായി നൽകിയിരുന്നത് ദേശീയ ഗീതവും ദേശീയ ഗാനവും ജനഗണമന ഒരുമിച്ച് ആലപിക്കുകയോ വായിക്കുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ ദേശീയ ഗീതമായ വന്ദേ മാതരം ആദ്യം ആലപിക്കുകയോ വായിക്കുകയോ വേണം എന്നുള്ള നിർദ്ദേശവും ഈ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഈ നിർദ്ദേശ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നതാണ്. ഇതിനുശേഷമാണ് ലോക് ഭവൻ സംസ്ഥാനത്ത് ഗവർണർ പങ്കെടുക്കുന്ന ചടങ്ങുകളിൽ വന്ദേ മാതരം നിർബന്ധമായും ആലപിക്കണം എന്നുള്ള നിർദ്ദേശം നൽകിക്കൊണ്ടിരിക്കുന്നത്. വി.ഡി. സതീശൻ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്ന ആ ദിവസം സത്യപ്രതിജ്ഞാ ചടങ്ങിൽ മുഴുവനായിട്ട് വന്ദേ മാതരം ആലപിച്ചിരുന്നു. പക്ഷേ അത് കോൺഗ്രസ് ദേശീയ തലത്തിൽ എടുത്തിരിക്കുന്ന നിലപാടിന് വിരുദ്ധമാണ്. വന്ദേ മാതരം മുഴുവനായി പാടാൻ പറ്റില്ല എന്നതാണ് കോൺഗ്രസിൻ്റെ ദേശീയ തലത്തിലെ നിലപാട്. CPM-ന്റെ നിലപാടും ഇടതു പാർട്ടികളുടെ നിലപാടും ഒക്കെ അതുതന്നെയാണ്. പക്ഷേ അന്ന് CPM-ഉം ഇടതു പാർട്ടികളും LDF UDF-നെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. വന്ദേ മാതരം പൂർണ്ണമായി ആലപിച്ചത് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ അവിടെ RSSന് കീഴടങ്ങുകയായിരുന്നു UDF എന്നുള്ള കാര്യമായിരുന്നു. പക്ഷേ അത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല എന്നായിരുന്നു മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പറഞ്ഞിരുന്നത്. ലോക് ഭവന്റെ നിർദ്ദേശമനുസരിച്ച് അവരുടെ ചടങ്ങ് എന്ന രീതിയിലാണ് അന്ന് വന്ദേ മാതരം ആലപിച്ചത്. അത് സംസ്ഥാന സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. ഇനി ആവർത്തിക്കില്ല എന്ന രീതിയിലാണ് ഇന്ന് നിയമസഭയിൽ ആദ്യ വരികൾ മാത്രം ആലപിക്കാൻ അനുവാദം നൽകിയത്. കഴിഞ്ഞ ദിവസം റിഹേഴ്സൽ നടക്കുന്ന സമയത്തും ഈ നിർദ്ദേശം നൽകിയതാണ്. ലോക് ഭവൻ നിർദ്ദേശിച്ചത് മുഴുവനായിട്ടും ആലപിക്കണം ബാൻഡ് സംഘം എന്നുള്ളതായിരുന്നു, മുഴുവനായിട്ടും വായിക്കണം ബാൻഡ് സംഘം എന്നുള്ളതായിരുന്നു. പക്ഷേ ആദ്യ 2 ഖണ്ഡികകൾ മാത്രമാണ് വായിച്ചത്. പക്ഷേ ആദ്യമായാണ് കേരള നിയമസഭയിൽ വന്ദേ മാതരം മുഴങ്ങുന്നത് എന്നുള്ള പ്രത്യേകതയും ഉണ്ട്. LDF അറിയിച്ചിരിക്കുന്നത്, ഇന്ന് മുഖ്യമന്ത്രിയും പറഞ്ഞത്
മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞത് കോൺഗ്രസിന് ഒരു നിലപാടുണ്ട് ദേശീയ തലത്തിൽ, അത് മറികടന്നുള്ള മറ്റൊരു നിലപാട് സാധ്യമല്ല എന്നാണ്. വി ഡി സതീശന്റെ വാക്ക് കേൾക്കാം. മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞത് കോൺഗ്രസ് എടുത്തിരിക്കുന്ന ഒരു നിലപാടുണ്ട്, അതിനനുസരിച്ചേ പ്രവർത്തിക്കാൻ പറ്റുകയുള്ളൂ. ദേശീയ തലത്തിൽ എടുത്തിരിക്കുന്ന കോൺഗ്രസിന്റെ നിലപാട് എന്ന് പറയുന്നത് വന്ദേമാതരം പൂർണ്ണമായിട്ട് ആലപിക്കേണ്ടതില്ല എന്നുള്ള കാര്യമാണ്. ഇന്ന് വന്ദേമാതരം പൂർണ്ണമായി ആലപിച്ചിരുന്നുവെങ്കിൽ എതിർത്തേനെ എന്ന് ഇടതു നേതാക്കളും പറയുന്നുണ്ട്. എന്തായാലും ഈ വിഷയം വലിയ രീതിയിൽ കേരളത്തിൽ ചർച്ചയാവുകയാണ്. വന്ദേമാതരം പൂർണ്ണമായിട്ട് പാടുന്നതിൽ എന്തിനാണ് ഭയക്കുന്നത് എന്നുള്ള കാര്യം ഇന്ന് BJP നേതാക്കളും ചോദിച്ചിട്ടുണ്ട്. വി മുരളീധരന്റെ പ്രതികരണത്തിൽ വന്ദേമാതരത്തിൻ്റെ 150-ാം വാർഷികത്തോടനുബന്ധിച്ചാണ് ഈ നിർദ്ദേശം കേന്ദ്ര സർക്കാർ എല്ലാ സംസ്ഥാനങ്ങളിലും രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ഗവർണർ എന്നീ ഭരണഘടനാപരമായിട്ടുള്ള ചുമതലകൾ വഹിക്കുന്നവർ പങ്കെടുക്കുന്ന പരിപാടികളിൽ വന്ദേമാതരം അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ ആലപിക്കുക എന്നുള്ള തീരുമാനം പ്രഖ്യാപിക്കപ്പെട്ടത്. വാസ്തവത്തിൽ ഈ ഇന്നത്തെ കേരള നിയമസഭയുടെ ഈ നടപടി ലോക്ഭവനെയും ഗവർണറെയും അതോടൊപ്പം ദേശീയ ഗീതത്തെയും അതിനോടും അനാദരവ് കാണിക്കുന്ന നടപടിയായി. വി ഡി സതീശൻ സർക്കാർ മാർക്സിസ്റ്റ് പാർട്ടിയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും നിർദ്ദേശങ്ങൾക്ക് വഴങ്ങിക്കൊണ്ടാണ് ഈ തരത്തിലുള്ള ഒരു നിലപാടെടുത്തത് എന്ന് വളരെ വ്യക്തമാണ്. മാർക്സിസ്റ്റ് പാർട്ടി പറയുന്നത് മതനിരപേക്ഷതയ്ക്ക് നിരക്കാത്ത പരാമർശങ്ങൾ, വരികൾ അതിലുണ്ട് എന്നാണ്. ഞാൻ ആവർത്തിച്ച് ആവശ്യപ്പെടുന്നു, മാർക്സിസ്റ്റ് പാർട്ടി വ്യക്തമാക്കണം ഏതൊക്കെ വരികളാണ് അന്യമതങ്ങളെ വ്രണപ്പെടുത്തുന്നതും മതനിരപേക്ഷതയ്ക്ക് നിരക്കാത്തതുമായിട്ടുള്ള വരികൾ ഈ വന്ദേമാതരത്തിലുള്ളത്. അല്ല, ഇത് നമുക്കും ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജിയുടെ ഫ്രെയിമിൽ നിന്നുകൊണ്ടല്ലേ നമ്മൾ പ്രവർത്തിക്കുന്നത്. നമുക്ക് ആ കാര്യത്തിൽ കൃത്യമായ തീരുമാനങ്ങളുള്ള ഒരു പാർട്ടിയാണ് ഈ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്നത്, മുന്നണിയുമാണ്. അപ്പോൾ അതനുസരിച്ചുള്ള കാര്യങ്ങളെ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അല്ല, അത് ആ തീരുമാനം പാർട്ടി എടുത്തിരിക്കുന്ന തീരുമാനത്തിന്റെ ഭാഗമായിട്ടല്ലേ ഞങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത്. മാത്രമല്ല, ഇതൊരു മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമല്ല. ഇത് സംബന്ധിച്ചൊരു നിയമമൊന്നും പാർലമെന്റ് പാസ്സാക്കിയിട്ടില്ല, ഗൈഡ് ലൈൻസ് മാത്രമേ ഉള്ളൂ. കേന്ദ്രം ഇക്കാര്യത്തിൽ നിർദ്ദേശങ്ങൾ മാത്രമേ നൽകിയിട്ടുള്ളൂ, ഇതിൽ നിയമം ഇല്ല എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ പറയുന്നത്. പക്ഷേ BJP ഇതിനെ ശക്തമായി എതിർക്കുകയാണ്. വന്ദേമാതരം മുഴുവനായി പാടണമായിരുന്നു എന്നാണ് BJPയുടെ ആവശ്യം. ലോക്ഭവൻ ഇക്കാര്യത്തിൽ അതൃപ്തി അറിയിച്ചു. രേഖാമൂലം സർക്കാരിനെ ഇക്കാര്യം അതൃപ്തി അറിയിക്കുകയും ചെയ്യും. ശ്രീ CK ഷാക്കിർ, ശ്രീ VS ജിതിൻ ദേവ്, ശ്രീ സിബി സത്യൻ, ശ്രീ ഷാബു പ്രസാദ് എന്നിവർ ചേരുകയാണ്. ശ്രീ CK ഷാക്കിർ, ഇപ്പോൾ വി മുരളീധരൻ ചോദിച്ച കാര്യം എന്താണ് അസ്വസ്ഥതപ്പെടുത്തുന്നത് എന്നുള്ള കാര്യമാണ്. ഏത് വരികളാണ് മതനിരപേക്ഷമല്ലാത്തത് എന്നാണ്. അതോടൊപ്പം തന്നെ BJP പറയുന്ന കാര്യം ജമാഅത്തെ ഇസ്ലാമിക്ക് കീഴടങ്ങി എന്നുള്ള കാര്യമാണ്. അല്ല, BJP എന്ന രാജ്യദ്രോഹികൾ പറയുന്നത് പ്രാവർത്തികമാക്കുന്ന പണിയല്ല UDFന്റെയും കോൺഗ്രസിന്റെയും സർക്കാരിന്. അത് അവർ RSSന്റെ കാര്യാലയത്തിൽ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ BJP ഗവൺമെൻറ് നോക്കിക്കോട്ടെ. ഇത് 1950-ൽ നമ്മുടെ ഭരണഘടനാ അസംബ്ലിയിൽ വളരെ വലിയ ഡിബേറ്റ് നടന്നതാണ്. എന്നിട്ട് അവർ ആദ്യത്തെ 2 വരി മാത്രമാണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മറ്റ് 4 വരി പാടണം എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഈ 2026 ജനുവരിയിലാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അതുമായി പ്രോട്ടോകോൾ പുറത്തിറക്കുന്നത്. അത് അവർക്ക് രാഷ്ട്രീയ താല്പര്യമാണ്, അല്ലെങ്കിൽ അവർക്ക് രാജ്യത്ത് വെറുപ്പിൻ്റെ രാഷ്ട്രീയം പ്രചരിപ്പിക്കുന്നതിൻ്റെ ഭാഗമാണ്. എന്ത് ഗുണമാണ് ഈ വിവാദം കൊണ്ട് നമ്മുടെ നാട്ടിലുണ്ടാവുക? നിങ്ങൾ ആലോചിക്കുക, നമ്മൾ ഇന്ന് വിലപ്പെട്ട സമയം ഇതിനു വേണ്ടി നഷ്ടപ്പെടുത്തുകയാണ്. നമ്മുടെ രാജ്യത്തിനോ രാജ്യത്തെ ജനങ്ങൾക്കോ ഏതെങ്കിലും രീതിയിൽ ഗുണമുള്ള ചർച്ചയാണോ അത് നമുക്കറിയാം. അത് 1876-ൽ ബങ്കിം ചന്ദ്ര ചാറ്റർജി അത് എഴുതുന്ന സാഹചര്യം, അദ്ദേഹം അന്ന് ജോലി ചെയ്തിരുന്ന മേഖല, അദ്ദേഹം 1882-ൽ ആനന്ദവടം എന്ന് പറയുന്ന ആ നോവൽ പുറത്തിറക്കിയപ്പോൾ ആ നോവലിനകത്തുള്ള കാര്യങ്ങൾ എന്തായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു, അദ്ദേഹം പറഞ്ഞു വെച്ചത് എന്താണ്,
അതൊക്കെ കൃത്യമായി പഠിക്കുമ്പോഴാണ് വി മുരളീധരൻ ചോദ്യത്തിന് ഉത്തരം കൃത്യമായി അതിലുണ്ട്. പക്ഷേ എന്തിനാണ് കോൺഗ്രസ് തുടക്കത്തിൽ വന്ദേമാതരത്തെ അനുകൂലിച്ചതാണ്. കോൺഗ്രസിന്റെ സെഷനുകളിൽ വന്ദേമാതരം ആലപിച്ചിട്ടുള്ളതാണ്. ആദ്യമായി ആലപിച്ചത് പോലും കോൺഗ്രസിന്റെ സെഷനിലാണ്. പക്ഷെ പിന്നീട് മുസ്ലിം ലീഗിന്റെ ആവശ്യത്തിന് വഴങ്ങിയാണ് ഇത്. മുസ്ലിം വിരുദ്ധത ഇതിലുണ്ട്, ന്യൂനപക്ഷങ്ങൾക്ക് എതിരായ വരികൾ വന്ദേമാതരത്തിലുണ്ട് എന്ന് കണ്ടുകൊണ്ട് വന്ദേമാതരം അല്ല എന്നുള്ള രീതിയിലേക്ക് വരികയും ജനഗണമന ദേശീയ ഗാനമായി അംഗീകരിക്കപ്പെടുകയും ചെയ്തത്. അതിൽ ഇപ്പോൾ BJP ചോദിക്കുന്ന കാര്യം ഏത് വരികളാണ് നിങ്ങളെ അസ്വസ്ഥതപ്പെടുത്തുന്നത് എന്നുള്ളതാണ്. വന്ദേമാതരത്തിൽ എന്താണ് മുസ്ലിം വിരുദ്ധമായിട്ട് അല്ലെങ്കിൽ ന്യൂനപക്ഷ വിരുദ്ധമായിട്ട് ഉള്ളത് എന്നാണ്. അതിനുള്ള മറുപടി നിങ്ങൾ നൽകേണ്ടതല്ലേ? കാരണം ഇത് ഇത്രയും വിവാദമായ സാഹചര്യത്തിൽ. അല്ല, അതിന് ഞാനതാ പറഞ്ഞത്, വിലപ്പെട്ട സമയം നഷ്ടപ്പെട്ട 1950 BR അംബേദ്കറും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെയുള്ള ആളുകൾ ലീഗുകാരാണോ? നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? 1950 മുതൽ 2026 ജനുവരി വരെ ഈ പ്രശ്നമില്ലായിരുന്നോ? നമ്മുടെ ഈ രാജ്യത്ത് ജനഗണമന എന്ന് പറയുന്ന ബഹുസ്വരതയെ അംഗീകരിക്കുന്ന എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ദേശീയ ഗാനം രാജ്യത്തുണ്ട്. അതുപോലെ ഈ ദേശീയ ഗീതമായിട്ട് നമ്മൾ ഇതിനെ വന്ദേമാതരത്തെ അംഗീകരിച്ചതാണ്. അതിൽ വിവാദമായ വരികൾ ഒഴിവാക്കിയത് നിങ്ങൾ ഇപ്പോൾ പറയുന്ന അടുത്തിടെയായി എല്ലാത്തിലും ലീഗിനെ പറയുന്നത് പോലെ ഇപ്പോഴും നിങ്ങൾ ലീഗിനെ കൂട്ടുക. അത് ന്യൂനപക്ഷ വിരുദ്ധമോ മുസ്ലിം വിരുദ്ധമോ എന്നുള്ളതല്ല പ്രശ്നം. അങ്ങനെ ആയതുകൊണ്ടാണോ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, BR അംബേദ്കർ പോലെയുള്ള ആളുകൾ 1950 ഇതിനെ അംഗീകരിക്കുമ്പോൾ ഈ 2 വരികൾ മാത്രം ഉൾപ്പെടുത്തിയത്? എന്തേ ഈ 2026 വരെ ഈ രീതിയിൽ ഇത് എന്താ പറയുക, BJP അധികാരത്തിൽ വരാൻ തുടങ്ങിയത് തന്നെ കുറേ കാലമായല്ലോ. ഇപ്പം തന്നെ നരേന്ദ്രമോദി സർക്കാർ തന്നെ 3ാമത്തെ തവണ ഈ അധികാരത്തിൽ വരുന്നു. എന്ത് ഇത്രയും കാലം ഇതിന് പുറത്തെടുക്കാതിരുന്നത്? ഇത് ബീഹാറിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ കൂടുതൽ വർഗീയത പ്രചരിപ്പിക്കാണ്ട് വെറുപ്പിൽ ബാധിപ്പിക്കാൻ വേണ്ടി അതിൻ്റെ പേരിൽ ആളുകളെ പലതും അടിച്ചേൽപ്പിക്കുന്നൊരു സ്വഭാവമാണ്. ഈ രാജ്യത്ത് എത്ര മനോഹരമായി പോകുന്നൊരു സാഹചര്യത്തിൽ വിവാദങ്ങൾ ഉണ്ടാക്കി അതിലൂടെ രാഷ്ട്രീയ ലാഭങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി BJP നടത്തുന്ന തന്ത്രങ്ങളാണ്. ഇവിടെ മുസ്ലിം വിരുദ്ധമെന്നോ ന്യൂനപക്ഷ വിരുദ്ധമോ അന്നല്ല, ഇത് രാജ്യത്തിന് പൊതുവായി ചേർന്നതല്ല എന്ന് അക്കാലത്ത് 1950 ഭരണഘടനാ അസംബ്ലിയിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ആ രീതിയിലേക്ക് പോയിട്ടുള്ളത്. അത് നിങ്ങൾ ന്യൂനപക്ഷ വിരുദ്ധമോ മുസ്ലിം വിരുദ്ധമോ മാത്രമല്ല, നിങ്ങൾ അതിൻ്റെ വരികൾ എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും കൃത്യമായി അതിലെന്തൊക്കെയാണ് പറയുന്നതെന്ന്. അത് കൂടുതൽ ചർച്ച ചെയ്യാൻ ഞാൻ ഈ സമയത്ത് ഉദ്ദേശിക്കുന്നില്ല. നമുക്കതിനെക്കുറിച്ച് ചെറിയ ധാരണയുണ്ട്. എന്നാൽ പോലും അത് ചർച്ച ചെയ്ത് നമുക്ക് ഗുണകരമല്ല. പ്രത്യേകിച്ച് നമ്മുടെ നാടിൽ ഒരുപാട് മനുഷ്യരെ ബാധിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനും രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കാനും ഒക്കെ ആവശ്യമായ ചർച്ചകൾ ചെയ്യേണ്ട സമയത്ത് എല്ലാ കാലത്തും BJPയുടെ ശ്രമം വിവാദങ്ങളിലേക്കാണ്. മറുപടി ഇപ്പോൾ എന്തിനാണ് വന്ദേമാതരം ചർച്ചാ വിഷയമാക്കുന്നത് എന്നാണ്. വന്ദേമാതരത്തിന്റെ 150ാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇങ്ങനെയൊരു നിർദ്ദേശം സംസ്ഥാന സർക്കാരുകൾക്ക് നൽകിയത്. പക്ഷെ അത് പാലിച്ചേ തീരൂ എന്നൊന്നില്ല. കാരണം നിയമം വഴിയല്ല അത് ആ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതൊരു നിർദ്ദേശം എന്ന രീതിയിലാണ്. അതാണ് ഞാൻ നേരത്തെ തുടക്കത്തിൽ വായിച്ച ആ നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത്. ആ ദേശീയ ഗാനത്തിനൊപ്പമാണ് ആലപിക്കുന്നതെങ്കിൽ ദേശീയ ഗീതമായ വന്ദേമാതരം ആദ്യം ആലപിക്കണമെന്നും പറയുന്നുണ്ട്. പിന്നെ പ്രസിഡന്റും ഗവർണർമാരും പങ്കെടുക്കുന്ന ചടങ്ങുകളിൽ ആലപിക്കണം, അല്ലെങ്കിൽ ബാൻഡ് മുഴക്കണം എന്നുള്ള കാര്യവും നിർദ്ദേശമായി നൽകിയിട്ടുണ്ട്. പക്ഷേ എന്തിനാണ് ഇപ്പോൾ ഈ നിർദ്ദേശം എന്നുള്ളതും, അത് മാത്രമല്ല ആലപിച്ചില്ലെങ്കിൽ അതിൽ അതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാന സർക്കാരുകൾക്ക് മുന്നറിയിപ്പ് നൽകുന്ന പോലെയുള്ള പ്രവർത്തനങ്ങളും എന്തിനാണെന്നാണ്. കേരളത്തിൽ എന്തായാലും ലോക് ഭവൻ ഇനിയും ഗവർണർ പങ്കെടുക്കുന്ന ചടങ്ങുകളിൽ നിർബന്ധമാക്കും. അതിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങുകളും പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കുന്ന ചടങ്ങുകളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു വശത്ത് വന്ദേമാതരം മുഴുവനായിട്ട് ചിലപ്പോൾ ആലപിച്ചേക്കാം. ലോക് ഭവന്റെ നിയന്ത്രണത്തിലാണ് അത്തരം ചടങ്ങുകളെങ്കിൽ, മറിച്ച് സംസ്ഥാന സർക്കാരിൻ്റെ നിയന്ത്രണത്തിലാണെങ്കിൽ 2 ഖണ്ഡിക മാത്രമേ അവിടെ ആലപിക്കുകയുള്ളൂ. അപ്പോഴും വിവാദമാകുമല്ലോ. ഒരു വശത്ത് പറയും വന്ദേമാതരം എന്തുകൊണ്ട് മുഴുവനായി ആലപിച്ചില്ല എന്ന്, മറുവശത്ത് ആലപിച്ചു കഴിഞ്ഞാൽ അതെന്തിന് ആലപിച്ചു എന്നുള്ള വിവാദം വരും. അവിടെ സംസ്ഥാന സർക്കാർ വെട്ടിലാവുകയും ചെയ്യും. ഈ വിവാദം അവസാനിക്കില്ല ഇങ്ങനെ പോയാൽ. മഞ്ജുഷ, എന്നോട് ചോദ്യത്തിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് ഈ ചർച്ച തുടങ്ങിയ ആദ്യത്തെ ഷാക്കിറിന്റെ വാചകം BJP എന്ന രാജ്യദ്രോഹികൾ എന്ന് പറഞ്ഞുകൊണ്ടാണ്. നോക്കൂ, ഈ ചർച്ചയിൽ എവിടെയും ഈ ഒരു വാചകം വരേണ്ടുന്ന യാതൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ അയാളുടെ വായിൽ നിന്ന് ആദ്യത്തെ വാക്ക് അതാണ്, BJP എന്ന രാജ്യദ്രോഹികൾ എന്ന് പറയുന്നത്. തിരിച്ച് ഷാക്കിറിനെയും അതേപോലെ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. CK ഷാക്കിർ എന്ന് പറയുന്ന മത തീവ്രവാദി ഇവിടെ വന്നിരുന്ന് പറയുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ പൊതുജനങ്ങൾക്ക് മനസ്സിലാവുന്നതോ അല്ലെങ്കിൽ ദഹിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളല്ല. ആ CK ഷാക്കിർ എന്ന് പറയുന്ന മത തീവ്രവാദി പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇതിനകത്ത് അപരമത വിദ്വേഷമുണ്ട്. അങ്ങേക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമോ ഈ 6 സ്റ്റാൻസയിൽ എവിടെയാണ് അപരമത വിദ്വേഷമുള്ളത്?
ഇത് ആലപിക്കുന്നത് കൊണ്ട് ഏത് മതേതര മൂല്യമാണ് തകർന്നു പോകുന്നത്? രണ്ടാമത് അദ്ദേഹം ചോദിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു നിർബന്ധം കൊണ്ടുവന്നത്? വന്ദേമാതരത്തിന്റെ 150-ാം വാർഷികം ആഘോഷിക്കുന്ന 2026 പോയി. അത് 2020-ലോ 2022-ലോ ആയിരുന്നുണ്ടെങ്കിൽ അന്ന് കൊണ്ടുവന്നേനെ. 2026-ൽ കോൺഗ്രസ് ആലപിച്ചുകൊണ്ടിരുന്ന് പഴയ ജിന്നയുടെ മുസ്ലിം ലീഗിനെ ഭയന്ന് ഉപേക്ഷിച്ചതാണ്. വേറെ ആരെയുമല്ല, പഴയ ജിന്നയുടെ മുസ്ലിം ലീഗിനെ ഭയന്ന് 1937-ൽ ഉപേക്ഷിച്ചത്. 1905-ൽ അവരുടെ പൊളിറ്റിക്കൽ മുദ്രാവാക്യമായിട്ട് പൊളിറ്റിക്കൽ ഗീതമായിട്ട് അംഗീകരിക്കപ്പെട്ട കാര്യമാണ്. അത് ഉപേക്ഷിച്ചു. ജിന്ന പേടിപ്പിച്ചപ്പം അവരുടെ മുമ്പിൽ വളഞ്ഞു നിന്ന് കൊടുത്തു. അങ്ങനെ ഉപേക്ഷിച്ച കാര്യമാണ്. 1946-ൽ ബഹുമാനപ്പെട്ട മഹാത്മാഗാന്ധിജി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ വന്ദേമാതരത്തെ അങ്ങനെ ഉപേക്ഷിക്കാൻ പാടുള്ളത് ആസാമിലെ ഗുവാഹത്തിയിൽ ഉപേക്ഷിക്കാൻ പാടുള്ളതല്ല, ആ വന്ദേമാതരത്തിനെ തിരികെ കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ ഷാക്കിറെ, നിങ്ങളുടെ കൂടെയുള്ള കോൺഗ്രസ് പാർട്ടിക്കാര് ജയ് ഹിന്ദ് എന്ന് പറയാറുണ്ട്. നാളെ നിങ്ങളും പറയൂ, അത് ഉപേക്ഷിക്കാൻ പറയൂ. ഇന്ത്യയിലെ വിവിധ ആർമി റെജിമെന്റുകൾ ഹർ ഹർ മഹാദേവ് എന്ന് അവരുടെ വാർക്രൈ ഉണ്ട്. എത്രയോ ജയ് ശ്രീറാം ഉണ്ട്. സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിക്കുന്നവരുണ്ട്. കാളിസ്തുതി പറയുന്നവരുണ്ട്. അതുപോട്ടെ, നമ്മുടെ സുപ്രീം കോടതിയുടെ ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ട് യഥോ ധർമ്മ സദോ ജയാന്ന്. നിങ്ങൾ അത് മാറ്റിയെടുക്കണമെന്ന് പറയുമോ? നന്ദലാൽ ബോസ് വരച്ചു വെച്ചിരിക്കുന്ന എന്തെല്ലാം തരത്തിലുള്ള മഹാഭാരതത്തിന്റെയൊക്കെ പെയിന്റിങ്ങുകൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലുണ്ട്. അതെല്ലാം നിങ്ങൾ മാറ്റണമെന്ന് പറയുമോ? ഞങ്ങൾക്കാരെയും ഭയമില്ല. നിങ്ങളെ ആശ്രയിച്ച് നിങ്ങളെ മുൻനിർത്തി മുന്നോട്ട് പോകുന്ന ഒരു കോൺഗ്രസ് പാർട്ടിയുടെ ദയനീയത കേരളം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾ ചൂണ്ടിക്കാണിക്കൂ, ഏത് വരിയാണ് ഈ രാജ്യത്തെ അന്യമതസ്ഥരെ മറ്റ് മതസ്ഥരെ അലസോരപ്പെടുത്തുന്ന ഏത് വരികളാണ്? നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വരി ചൂണ്ടിക്കാണിച്ചേക്കൂ. കാരണം അത് ഏതാണ് നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്നത് എന്ന് എനിക്കറിയാം, ഈ വന്ദേമാതരത്തിന്റെ മുഴുവൻ വരികളും നോക്കിക്കഴിഞ്ഞാൽ. പക്ഷെ അതിൽ നിങ്ങൾക്കെതിരായ കാര്യങ്ങൾ എന്താണ് എന്നുള്ളതാണ്, അസ്വസ്ഥപ്പെടുത്തുന്നത് എന്താണ് എന്നുള്ളതാണ്. അങ്ങനെയൊന്നുമില്ലേ മഞ്ജുഷേ? അതിനു മുമ്പേ ഞാൻ പറഞ്ഞ വാചകത്തിന് ഞാൻ ഉത്തരവാദിയാണ്. അതിന് അദ്ദേഹം ഒരു മിനിറ്റ്, അതിന് അദ്ദേഹം എന്നെ വിമർശിക്കുന്നതിൽ എനിക്കൊരു കുഴപ്പമില്ല. എന്നെ തീവ്രവാദി വിളിക്കുന്ന എനിക്കൊരു പ്രശ്നമില്ല. പക്ഷെ ഞാൻ പറയുന്നത് എൻ്റെ ബോധ്യമാണ്. BJP രാജ്യദ്രോഹികൾ തന്നെയാണ്. അല്ല, ഒരു മിനിറ്റ്, BJP രാജ്യദ്രോഹികൾ തന്നെയാണ്. അത് എൻ്റെ അഭിപ്രായമാണ്. അത് എനിക്ക് പറയാലോ. നിങ്ങൾക്ക് അല്ല 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 കുഴപ്പമില്ലാന്ന് നിങ്ങൾ എനിക്ക് പ്രശ്നമില്ല, പറഞ്ഞോളി. നിങ്ങൾക്ക് അഭിപ്രായമല്ലേ? ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. നിങ്ങളാ പണി നിർത്ത്. അല്ല, നിങ്ങൾ മഞ്ജുഷേ, അപ്പം ഞാൻ പറയുന്നത് അപരമത വിദ്വേഷമെന്ന് ഞാനത് പറഞ്ഞിട്ടില്ല. അതാ ഞാൻ പറയാൻ വന്നത്. ഞാൻ പറഞ്ഞ വാചകത്തിന് ഞാൻ ഉത്തരവാദിയുള്ളൂ. എന്തുകൊണ്ടാണ് 1950-ൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും BR അംബേദ്കർ ഉൾപ്പെടെയുള്ള രാഷ്ട്രശില്പികൾ ഈ വന്ദേ മാതരം മുഴുവനായി ആലപിക്കണമെന്ന് പറയുന്നതിന് പകരം അതിലെ 4 വരികൾ മാറ്റിവെച്ചത് എന്തിനാണ്? അതിന് നമ്മളാണോ സമാധാനം പറയേണ്ടത്? അത് 1950-ൽ ജവഹർലാൽ നെഹ്റുവിനെയും BR അംബേദ്കറെ പോലെയുള്ള വളരെ പ്രമുഖരായിട്ടുള്ള ആളുകൾ ലോകത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ ഭരണഘടന നിർമ്മിക്കുന്ന സമയത്ത് ഈ വിവാദമായ സംഗതികൾ മാറ്റിവെച്ചതിന് എന്തിനാ ഞങ്ങളോട് ദേഷ്യം പിടിക്കുന്നത്? ഞങ്ങൾ ആരെങ്കിലും ഇപ്പം ഞാൻ ഏതെങ്കിലും പദം ഉപയോഗിച്ചോ? അപരമത വിദ്വേഷം ഞാൻ പറഞ്ഞോ? നിങ്ങൾ അങ്ങനെ പറയല്ലേ, പറയാത്തത് പറയല്ലേ. അന്ന് മാറ്റിവെച്ചത് പലതരത്തിൽ അല്ല ഞാൻ എന്താവട്ടെ, അല്ല ഞാൻ പറയുന്നത് എന്തായാലും അത് തീരുമാനമാണ്. അല്ല ശരി ആണോ? അത് ശരിയായിരിക്കാം. അത് അന്ന് ജവഹർലാൽ നെഹ്റു BR അംബേദ്കർ പോലെയുള്ള ആളുകൾ അങ്ങനെ തീരുമാനമെടുത്താൽ ഇപ്പൊ അത് മാറ്റേണ്ട സാഹചര്യം എന്താണ്? മഞ്ജുഷേ, ഈ ഷാക്കിറോ അല്ലെങ്കിൽ ഇതിന്റെ പേരും പറഞ്ഞ് ഈ കോലെ കുത്തിച്ചാടുന്ന ഒരൊറ്റ ഒരുത്തനും ഈ സാധനം എന്താണെന്ന് അറിയില്ല. ചക്കനാണോ കുക്കാണോ എന്ന് ഇവന്മാർക്ക് അറിയില്ല. അതാണ് അതിന്റെ അർത്ഥം. ഇപ്പം ഇതിന്റെ പ്രശ്നം എവിടെ കിടക്കുന്നതെന്നറിയാവോ? തൊംഹി ദുർഗാ ദശപ്രഹരണ കാരിണി കമലദള വിധായിനി വാണി വിദ്യാദായിനി, ഇതാണ് അവരുടെ പ്രശ്നം. ആ പണ്ഡിതനോടൊരു വർത്താനം നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് വിവരമുണ്ടോ വിവരമില്ല നിങ്ങൾ തീരുമാനിച്ചോളൂ. അല്ല, അറിയാത്ത പ്രശ്നമല്ല. അമ്മേ വന്ദനം എന്ന് തുടങ്ങുന്ന അല്ല ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ഞാൻ തുടക്കത്തിൽ പറഞ്ഞു നമുക്ക് അറിയാത്ത പ്രശ്നമല്ല. അതിവിടെ ചർച്ച ചെയ്യുന്നത് ഗുണകരമല്ല എന്നുള്ളത് കൊണ്ടാണ്. അത് നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കും, സമൂഹത്തിൽ കാരണമാക്കും. അതുകൊണ്ടാണ് ഞാനത് വിശദീകരിക്കാത്തത്. എനിക്ക് ആദ്യം അല്ല മഞ്ജുഷേ, ഒരു മിനിറ്റ് അദ്ദേഹത്തോട് പറയട്ടെ. ആദ്യത്തെ 2 വരിയും 4 വരിയും എന്താണ് പറയുന്നത് എന്ന് കൃത്യമായിട്ട് അറിയാം.
ശ്രീ ശാബുപ്രസാദേ, നിങ്ങൾക്ക് കൊള്ളാവുന്ന ആരും അല്ല, കിട്ടിയില്ല അദ്ദേഹം പറഞ്ഞോട്ടെ. പക്ഷെ അദ്ദേഹത്തിന് വിവരമുണ്ടോ ഇല്ലയോ ഞാൻ പറയാൻ പറ്റില്ല. എന്റെ വിവരം അദ്ദേഹം അളക്കാൻ വരണ്ട. ഒരു കാര്യം അദ്ദേഹം പറയുമ്പോ എന്നെ പരാമർശിക്കണ്ട. മറ്റൊന്ന് ഞാൻ പറയട്ടെ. ആദ്യത്തെ 2 വരിയിൽ എന്താണെന്നും പിന്നീട് 4 വരി എന്താണ് പറയുന്നത് കൃത്യമായി ബോധ്യമുണ്ട്. അത് ഞാൻ തുടക്കത്തിൽ വെച്ച് പറഞ്ഞോ, നിങ്ങൾ പറഞ്ഞോ. അല്ല എന്തായാലും താങ്കൾ ഈ 4 വരിയുടെ കാര്യം പറഞ്ഞല്ലോ, അതാണ് ഇവിടെ ഷാബു ആലോചിച്ചത്. അതിനകത്ത് എനിക്ക് അപരമത വിദ്വേഷം തോന്നുന്നില്ല കേട്ടോ, അപരമത വിദ്വേഷം എനിക്ക് തോന്നുന്നില്ല. ആഗ്രഹിക്കുന്നുള്ളൂ. ജനഗണമന അധിനായക ജയഹേ, ഭാരത ഭാഗ്യവിധാത, ഭാരതത്തിന്റെ ഭാഗ്യവിധാതാവായ ജനഗണങ്ങളുടെ അധിനായകനായ ദൈവത്തിനെയാണ് അതിൻ്റെ അകത്ത് സ്മരിക്കുന്നത്. ദൈവത്തിന് അതിനെക്കാട്ടിൽ വലിയ, ഇവരുടെ ലോജിക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ വന്ദേ മാതരത്തിനെക്കാട്ടിൽ വലിയ മതേതര വിരുദ്ധ ആണ് ജനഗണമന. ഇവർക്ക് അറിയില്ല ഒരു സാധനം. പിന്നെ ഇവിടെ ഇരുന്ന് രാജ്യദ്രോഹികളായ BJP-ക്കാരെന്ന് പറഞ്ഞു. കഴിഞ്ഞ 12 കൊല്ലമായി തുടർച്ചയായി രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിയെ രാജ്യദ്രോഹികളെന്ന് ഇവർ വിശേഷിപ്പിക്കുകയാണെങ്കിൽ ഈ രാജ്യത്തിനെ വെട്ടിപ്പിളർന്ന ഇവരെ എന്താണ് വിളിക്കേണ്ടത്? 10 അണയ്ക്ക് കത്തി വാങ്ങി കുത്തി നേടും പാകിസ്ഥാൻ ഈ മലപ്പുറത്ത് മുദ്രാവാക്യം വിളിച്ച ഇവറ്റകളെ എന്തു പറയണം? എന്താണ് വിളിക്കേണ്ടത്? ഇവരെ രാജ്യദ്രോഹികളെന്നുള്ള വാക്കുകളൊന്നും പോരാ. ഇവരെ തനി തീവ്രവാദികളാണ്. മതവെറി തലയ്ക്ക് പിടിച്ച പേപ്പട്ടിക്കൂട്ടമാണ് ഇവന്മാര്. അതാണ് സത്യം. അതായത് ഇവിടെ അങ്ങോട്ട് കൊടുക്കി തിരിച്ചും കിട്ടും. ഷാക്കിറെ, എനിക്കറിയാം മുസ്ലിം ലീഗിലെ നല്ല മാന്യന്മാരായിട്ടുള്ള ആൾക്കാരെ എനിക്ക് പേഴ്സണലായിട്ട് അറിയാം. പക്ഷെ ഇതുപോലുള്ള വൃത്തികെട്ടവന്മാരെ അല്ല മഞ്ജുഷ നിങ്ങൾ ചർച്ചയ്ക്ക് വിളിച്ചിരുത്തേണ്ടത്. ഇതുപോലുള്ള ഈ വാക്പയറ്റ് വേണ്ട, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വാക്പയറ്റ് വേണ്ട. വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ വന്ദേ മാതരം നിർബന്ധമാക്കുവാൻ ലോക്ഭവൻ ശ്രമിക്കുമ്പോൾ അതിനെ സ്വാഭാവികമായിട്ടും RSS അജണ്ട എന്ന് പറഞ്ഞ് UDF-ഉം LDF-ഉം തടയും. ഷാബു, ഇവിടുത്തെ ഒരു രാഷ്ട്രീയം നോക്കിക്കഴിഞ്ഞാൽ ലോക്ഭവൻ എന്തായാലും കേന്ദ്ര നിർദ്ദേശത്തിന്റെ ചുവട് പിടിച്ച് ഷാഗ്ര താങ്കൾക്ക് അവസരം നൽകിയതാണ്. ഷാബു, ഇവിടെ കേന്ദ്ര നിർദ്ദേശത്തിന്റെ ചുവട് പിടിച്ച് സ്വാഭാവികമായിട്ടും ലോക്ഭവൻ ഇവിടെ ആവശ്യപ്പെടും ഗവർണർ പങ്കെടുക്കുന്ന ചടങ്ങുകളിൽ വന്ദേ മാതരം നിർബന്ധമാണ് എന്ന്. പക്ഷേ സ്വാഭാവികമാണ് UDF അതിനെ എതിർക്കും, LDF അതിനെ എതിർക്കും. സർക്കാരെങ്ങാനും അവിടെ അവിചാരിതമായിട്ട് വന്ദേ മാതരം ആലപിക്കുന്നതിന് കൂട്ടുനിന്നാൽ LDF UDF-നെയും എതിർക്കും. സർക്കാരിന്റെ മേൽ കുതിര കയറാൻ പ്രതിപക്ഷവും വരും ഇവിടെ. അപ്പോൾ ഒരു വെട്ടിലായിരിക്കുകയാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ. ഇതിന്റെ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയാം മഞ്ജുഷേ? ഇത് സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാജ്യം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വന്ദേ മാതരം എന്ന 150 വർഷം പഴക്കമുള്ള 1.5 നൂറ്റാണ്ട് വർഷം പഴക്കമുള്ള സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും ആവേശകരമായ ആ ദേശീയ ഗീതം മുഴുവനായി പാടുന്നതിൽ കേരളത്തിന് എതിർപ്പ് എന്ന ആ ഒരു സന്ദേശം ഈ രാജ്യം മുഴുവനും പരക്കുമ്പോൾ, ചർച്ച ചെയ്യപ്പെടുമ്പോൾ അതിന്റെ വില കൊടുക്കേണ്ടി വരുന്നത് കേരളത്തിന് പുറത്തുള്ള മലയാളികളും കൂടെയാണ്. ഇതാണോ നിങ്ങളുടെ സംസ്ഥാനം എന്ന് ചോദിച്ചുകൊണ്ട്, ഇതാണ് സംസാരം. ഞാൻ മഞ്ജുഷിനോട് വീണ്ടും പറയുകയാണ്, ഇവിടെ ഇരുന്ന് വീണ്ടും പറയുകയാണ്, മുസ്ലിം ലീഗിൽ നല്ല ജെന്റിൽമാൻമാരായിട്ടുള്ള ആൾക്കാരുണ്ട്. ഇവിടെ ഈ ചർച്ച കാണുന്ന മുസ്ലിം ലീഗിന്റെ നേതൃത്വം ഇങ്ങനെയുള്ളവരെ ചർച്ചയ്ക്ക് വിടരുത് എന്നൊരു എളിയ അഭ്യർത്ഥന എനിക്കുണ്ട്. എത്ര അന്തസ്സായിട്ട് വന്നിരുന്ന് അവരുടെ രാഷ്ട്രീയം പറയുകയും ശക്തമായി വിമർശിക്കുകയും വളരെ അന്തസ്സായി പോവുകയും ചെയ്യുന്ന എത്ര പേരുണ്ട് മുസ്ലിം ലീഗില്. ഇവിടെ എനിക്ക് തന്നെ പേഴ്സണലായിട്ട് അറിയാവുന്ന. പക്ഷേ ഒരു ചർച്ച തുടങ്ങുന്ന നിമിഷം തന്നെ ഈ രീതിയിലുള്ള പ്രയോഗം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ഒരിക്കലും നമുക്ക് എന്താ ഇതൊക്കെ മഞ്ജുഷേ? അതിന് നിങ്ങളുടെ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചപ്പോൾ മഞ്ജുഷ ഒരു അക്ഷരം പോലും പറഞ്ഞില്ല എന്നുള്ളത്. രാജ്യത്തിനെ പിളർന്നവരാണ് നിങ്ങളാണ് ഇവിടെ പറഞ്ഞത്. 10 അണയ്ക്ക് കത്തി വാങ്ങി കുത്തി നേടും പാകിസ്ഥാൻ എന്ന് പറഞ്ഞത്. നിങ്ങൾക്കന്ന് 47-ൽ ലാഹോറിലേക്ക് ട്രെയിൻ കിട്ടാതെ ഇവിടെ കുടുങ്ങിപ്പോയവരാണ് നിങ്ങൾ. ശരി, അവസാനിപ്പിക്കും. ശരി സിബി, ഇവിടെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകിയിരിക്കുന്ന നിർദ്ദേശമാണ്. അത് നിർബന്ധമായും നടപ്പിലാക്കണമെന്നില്ല. അതൊരു ഉത്തരവിന്റെ രൂപത്തിലേക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും സംസ്ഥാന സർക്കാരിന് തീരുമാനമെടുക്കാം. കോൺഗ്രസിന്റെ നിലപാട് ദേശീയ തലത്തിൽ വന്ദേ മാതരം മുഴുവനായിട്ട് ആലപിക്കേണ്ട എന്ന് തന്നെയാണ്. അപ്പോൾ സംസ്ഥാന സർക്കാർ അതിനൊരു ബുദ്ധിമുട്ടുണ്ടാകേണ്ട ഒരു സാഹചര്യം കേരളത്തിലില്ലല്ലോ, അല്ലേ ഇപ്പോൾ?
ലോക് ഭവൻ നിർദ്ദേശിച്ചാൽ പോലും അത് അനുസരിക്കാതിരിക്കാം. മഞ്ജുഷ, ഇതിനകത്ത് ഈ വിഷയം വിവാദമായപ്പോൾ തന്നെ പ്രമുഖ രാഷ്ട്രീയ കക്ഷികൾ, പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ ഇക്കാര്യത്തിൽ കൃത്യമായിട്ടൊരു തീരുമാനം എടുത്തിരുന്നു. അവർ പറഞ്ഞത്, നമ്മളിതിന്റെ ചരിത്രം നോക്കുമ്പോൾ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് മെജോറിറ്റേറിയനിസവും ജനാധിപത്യവും തമ്മിൽ വളരെ ഗംഭീരമായ ഒരു വ്യത്യാസമുണ്ട്. ഈ വ്യത്യാസം തിരിച്ചറിയുന്നിടത്താണ് ജനാധിപത്യത്തിന് സൗന്ദര്യം ഇരിക്കുന്നത്. ഒരു കാലത്ത് വന്ദേമാതരം എന്ന് പറയുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ വേദികളെ ഉൾപ്പുളകിതമാക്കിയ ഗാനങ്ങളിലൊന്നാണ്. പക്ഷേ അത് എല്ലാവരും ഇന്ത്യക്കാരെ ഈ പറഞ്ഞതുപോലെ ജാതിയും മതവും വർഗവും ഒന്നുമില്ലാതെ പാടി നടന്ന ഒന്നാണ്. പക്ഷെ അത് പിന്നീട് ഒരു പ്രത്യേക സാഹചര്യത്തിൽ അതിനകത്തൊരു ഒബ്ജക്ഷൻ വന്നപ്പോൾ ഈ ഒബ്ജക്ഷന്റെ ഫലമായിട്ട് ഈ കാര്യം പുനർചിന്തിക്കുകയും രവീന്ദ്രനാഥ ടാഗോർ, സുഭാഷ് ചന്ദ്രബോസിനെയും ജവഹർലാൽ നെഹ്റുവിനെയും ഒക്കെ അടക്കമുള്ള എല്ലാ ആൾക്കാരെയും വിളിച്ച് ഇക്കാര്യത്തിൽ കൃത്യമായി ചർച്ച നടത്തുകയും ആ ചർച്ച നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ 2 സ്റ്റാൻസ മാത്രം മതി, ബാക്കിയുള്ളത് ഒഴിവാക്കാം എന്ന് പറയുന്ന ഒരു തീരുമാനത്തിലെത്തുകയും ചെയ്തു. ഈ തീരുമാനത്തിലെത്തിയതിന് പിന്നിൽ ഒരു ജനാധിപത്യ പ്രക്രിയയുണ്ട്. അതായത് ജനാധിപത്യം എന്ന് പറയുന്ന എല്ലാ മനുഷ്യരുടെയും ഫീലിങ്സ് ഉൾക്കൊള്ളുന്ന, എല്ലാ മനുഷ്യരുടെയും വൈകാരികതയെ മനസ്സിലാക്കുന്ന, എല്ലാവരോടും പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യുന്ന ഒരു സംവിധാനം തന്നെയാണ്. അല്ലാതെ ഭൂരിപക്ഷത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് അവർക്ക് തോന്നുന്നത് പോലെ ഒരു കാര്യങ്ങൾ നടപ്പിലാക്കുന്ന സംവിധാനമല്ല. അപ്പം ഈ ഒരു ജനാധിപത്യത്തിന്റെ പ്രോപ്പറായ ഒരു പ്രോസസ്സിലൂടെയാണ് നമ്മൾ ഈ പറഞ്ഞതുപോലെ 2 സ്റ്റാൻസ മാത്രം മതി എന്ന് തീരുമാനിച്ചത്. അപ്പം നേരത്തെ അതിനകത്തൊരു ചരിത്രം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഈ ഇന്ത്യൻ പതാക രൂപകൽപ്പന ചെയ്തപ്പോൾ ഒരു ഭൂരിപക്ഷം ആൾക്കാരും വിചാരിച്ചിരുന്നത് ഒരുപക്ഷെ ചർക്കയായിരിക്കും ഇന്ത്യയുടെ ചിഹ്നം. കാരണം കോൺഗ്രസ് ആണ് സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകുന്നത്, അപ്പം ചിലപ്പോൾ ചർക്ക വരാണ്. പക്ഷെ അത് വന്നത് അങ്ങനെയല്ല. കാരണം ഒരു പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്കും അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ ഉപയോഗിക്കുന്ന ഒരു സംഭവമല്ല, മറിച്ച് രാജ്യത്തിന്റെ പൊതുവായ ചിഹ്നങ്ങളായിരിക്കണം, രാജ്യത്തിന്റെ ചരിത്രവും സംസ്കാരവും ഒക്കെ വെളിവാക്കുന്ന ചിഹ്നങ്ങളായിരിക്കണം അതിനകത്ത് വരേണ്ടത് എന്നുള്ളതിന്റെ ആ ഒരു സങ്കല്പത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം സംഗതികളൊക്കെ വന്നത്. അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ നമുക്കറിയാം, ഈ വന്ദേമാതരം പിന്നീട് ആലപിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് യഹോവ സാക്ഷികൾ അടക്കമുള്ള ആൾക്കാരെ സുപ്രീം കോടതി അടക്കം ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം അവരുടെ മതവികാരത്തെ ഏതെങ്കിലും തരത്തിൽ ഹനിക്കുന്നു. എന്തുകൊണ്ടാണ് ഹനിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മതവികാരത്തിന്റെ പ്രൈവറ്റായ ഒരു പ്രശ്നമാണ്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗ് ഇത് പറയുന്നത് എന്ന് പറയുമ്പോൾ അവരുടെ പ്രൈവറ്റായ മതവിഷയമാണ്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. എന്തുകൊണ്ട് നിങ്ങൾക്ക് ചൊല്ലിക്കൂടാ തുടങ്ങിയ വിഷയങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. കാരണം അവർക്കത് പറ്റുന്നില്ല എന്ന് അവർ പറയുന്നു. യഹോവ സാക്ഷികൾ പറയുന്നു ഞങ്ങൾക്കിത് പാടാൻ പറ്റുന്നില്ല എന്ന് പറയുന്നു. ഓക്കെ, നമ്മളത് അംഗീകരിക്കുന്നു. അതാണല്ലോ ജനാധിപത്യം. അപ്പൊ അങ്ങനെ ഒരു ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായിട്ടാണ്, ആ ജനാധിപത്യ മൂല്യബോധത്തിന്റെ ഭാഗമായിട്ടാണ് ആ 4 വരികൾ 4 സ്റ്റാൻസ ഒഴിവാക്കാനായിട്ട് സർക്കാർ തീരുമാനിച്ചത്. അന്ന് സർക്കാർ തീരുമാനിച്ചത് നമ്മുടെ ഭരണഘടനയിൽ അല്ലെങ്കിൽ നമ്മളുടെ ദേശീയ ഗീതമായിട്ട് ഇത് വരികയും വേണം. അതേസമയം തന്നെ മറ്റുള്ളവർക്ക് മുറിവ് പറ്റാനും പാടില്ല, മറ്റുള്ളവരുടെ വൈകാരികതയ്ക്ക് മുറിവേൽക്കാനും പാടില്ല എന്ന് പറയുന്ന കൃത്യമായ ധാരണയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇതിന്റെ ഈ സ്റ്റാൻസ മാറ്റിയിട്ട് ബാക്കിയുള്ള സംഭവം ഉൾപ്പെടുത്തി അതിനെ നമ്മൾ ദേശീയ ഗീതമാക്കി മാറ്റുകയായിരുന്നു. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ജനാധിപത്യ മൂല്യബോധത്തിൽ നിന്ന് മെജോറിറ്റേറിയനിസത്തിലേക്ക് ഒരു 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 എന്താ പറയുന്നത്, ഒരു കടമ്പ ചാടിക്കിടക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ആ അവസ്ഥയിലാണ് BJP ഏകപക്ഷീയമായിട്ട് ഇതിനെ മൊത്തം പാടണം എന്ന് പറയുന്ന ഒരു അനാവശ്യ വിവാദം യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ഉണ്ടാക്കിയെടുത്തത്. അപ്പൊ ഞാൻ പറഞ്ഞത്, വന്ദേമാതരം ഇന്ത്യയിലെ ജനങ്ങൾ അംഗീകരിക്കുന്ന ഒന്നാണ്. വന്ദേമാതരം ഇന്ത്യയിലെ ജനത നമ്മുടെ ചരിത്രത്തിൽ നമ്മുടെ പിതാമഹന്മാർ പാടി നടന്ന, സ്വാതന്ത്ര്യ സമരത്തിൽ പാടി നടന്ന ഒരു പാട്ടാണ്. അപ്പം ഇത് നമ്മളെ പ്രചോദിപ്പിച്ചിട്ടുണ്ട്. ഇതെല്ലാം വളരെ കറക്റ്റാണ്. ശ്രീ ജിതിൻ ദേവ് നേരത്തെ വാർക്രൈകളോട് ഇതിനെ ഓമിച്ചു കണ്ടു. എനിക്ക് തോന്നുന്നു അത് അർത്ഥവത്തല്ലാത്ത ഒരു കമ്പാരിസൺ ആണ്. കാരണം വാർക്രൈയും ദേശീയ ഗീതവും തമ്മിൽ ഒരിക്കലും കമ്പയർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അത് വളരെ കുറച്ചുകൂടെ എന്താ പറയുന്നത്, പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. അത് ഭരണഘടന ഇല്ലാത്തൊരു സാധനമാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇതുപോലെ ഈ ജനാധിപത്യത്തിന്റെ മൂല്യബോധം മുഴുവൻ ഉൾക്കൊണ്ടിട്ടാണ് ഇത്തരം ഒരു തീരുമാനം എടുത്തത്. അപ്പൊ ആ തീരുമാനത്തെ അംഗീകരിക്കാനും മനസ്സിലാക്കാനുമുള്ള മാനസികാവസ്ഥ കൃത്യമായിട്ട് നമ്മളുടെ ഭരണകർത്താക്കൾക്ക് ഈ കാലം അത്രയും ഉണ്ടായിരുന്നു. പക്ഷെ BJPയെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും അനാവശ്യ വിവാദങ്ങൾ വഴി തുറന്ന് വിടുക എന്ന് പറയുന്നത് ആ രാഷ്ട്രീയ പാർട്ടിയുടെ ഭരണത്തിലിരിക്കുമ്പോഴുള്ള ശീലമായതുകൊണ്ടും ഇത്തരമുള്ള വിഷയങ്ങൾ, പ്രധാനപ്പെട്ട വിഷയങ്ങളെ മൂടി വെക്കാൻ വേണ്ടി പുറത്തിറക്കുന്ന സംവിധാനം ഉണ്ടായതുകൊണ്ടും, നേരത്തെ ശ്രീ ഷക്കീർ പറഞ്ഞതുപോലെ ബീഹാർ ഇലക്ഷൻ വന്നപ്പോൾ മൊത്തത്തിൽ ഒരു പുതിയ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കിയെടുക്കുന്നതിന്റെ ആവശ്യകത മൂലം ഇതുപോലെ ഈ ഒരു വിവാദം ഉണ്ടാക്കിയെടുത്തതാണ് എന്ന് ഭൂരിപക്ഷം പേര് കരുതുന്നതിനാലും ഹിന്ദു ദേവതകളുടെ നാമങ്ങൾ ഉള്ളതിനാൽ ആ സ്റ്റാൻസ ഒഴിവാക്കുകയായിരുന്നു. അത് അങ്ങനെയായിരുന്നുവല്ലോ, അന്ന് അങ്ങനെയായിരുന്നു. ഇപ്പോൾ അത് തിരിച്ചു കൊണ്ടുവരേണ്ട ഒരു സാഹചര്യവുമില്ല. അത് മറ്റ് മതങ്ങളിൽപ്പെട്ടവർക്ക് അത് ആലപിക്കുവാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് വേണ്ട എന്ന് വെച്ചൊരു കാര്യമാണ്. അപ്പോൾ ഇത് തിരിച്ചു കൊണ്ടുവരുമ്പോൾ അവരുടെ വികാരം ഉൾക്കൊള്ളുവാൻ തയ്യാറാകുന്നില്ല എന്നതേ ഉള്ളൂ. 150ാം വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി എന്നുള്ളൊരു നറേറ്റീവ് അതിനകത്ത് വന്നു എന്നേ ഉള്ളൂ. ജിതിൻ, മഞ്ജുഷേ, ഇതിനകത്ത് ശ്രീ CBI, ഞാൻ മനസ്സിലാക്കുന്ന അദ്ദേഹം ഒരു കോൺഗ്രസ് സഹയാത്രികനാണ്.
അദ്ദേഹം ചില ഒരു വാചകം റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് പ്രത്യേക സാഹചര്യം, പ്രത്യേക സാഹചര്യം. ഈ പ്രത്യേക സാഹചര്യം എന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ ദയനീയതയാണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഈ ചർച്ച കാണുന്ന പൊതുസമൂഹത്തിന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നോക്കൂ, ഈ വന്ദേമാതരം ആലപിച്ചു തുടങ്ങിയത് ഞങ്ങളല്ല. കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ശ്രീ വി ഡി സതീശന്റെ സത്യപ്രതിജ്ഞാ ദിവസം BRM ഷഫീർ, കോൺഗ്രസിന്റെ നേതാവ്, അദ്ദേഹം ഒരു മുസ്ലിം മതവിശ്വാസിയാണ്, അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, വന്ദേമാതരം ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്, മുഴുവനും ചൊല്ലും എന്നുള്ളത്. BRM ഷഫീർ കോൺഗ്രസിന്റെ ചുമതല വഹിക്കുന്ന ആളാണ്. അപ്പൊ അതിനെയൊക്കെ സ്വാഗതം ചെയ്ത പാർട്ടിയാണ് BJP. നോക്കൂ, ഇതിനകത്ത് 150-ാം വാർഷികത്തോടനുബന്ധിച്ച് ഈ മൊത്തം 6 സ്റ്റാൻസയും ആലപിക്കണം. ഇത് കാലങ്ങളായിട്ടുള്ള ദേശഭക്തരുടെ ആഗ്രഹമാണ്, ആവശ്യമാണ്. അത് ചെയ്തുകൊണ്ടിരുന്നതാണ്. കോൺഗ്രസ് പാർട്ടി തുടങ്ങി വെച്ചതാണ്. കോൺഗ്രസ് പാർട്ടിക്ക് പിന്നീടുള്ള കാലങ്ങളിൽ പലതും ഉപേക്ഷിക്കേണ്ടി വന്നു. ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ പറ്റും. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി ഘടകകക്ഷി അവർക്കൊപ്പം ചേർന്നപ്പോൾ പലതിനോട് അവർ കോംപ്രമൈസ് ചെയ്യുകയാണ്. അവരുടെ ഉള്ളിൽ കരഞ്ഞുകൊണ്ട് കോംപ്രമൈസ് ചെയ്യാണ്. ഞാനത് മനസ്സിലാക്കുന്നു. അപ്പോ ചില കാര്യങ്ങൾ തിരുത്തേണ്ടുന്നത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ആർട്ടിക്കിൾ 370 കാലഘട്ടത്തിന്റെ ആവശ്യമായിരുന്നില്ല തിരുത്തേണ്ടിയിരുന്നത്? എന്തെല്ലാം കാര്യങ്ങൾ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം എത്രയോ നിയമങ്ങൾ നമുക്ക് പോലും അറിയാൻ സാധിക്കാത്ത, നമ്മൾ പോലും പരിഹസിച്ചിരിക്കുന്ന എത്രയോ നിയമങ്ങൾ മാറ്റി എഴുതപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സംസ്കാരത്തിനും നമ്മുടെ രാജ്യത്തെ ഒരു അമ്മയായി കണ്ടുകൊണ്ട് ഈ രാജ്യത്ത് വസിക്കുന്ന മുഴുവൻ ജനവിഭാഗങ്ങളെയും, ഷാക്കിറിനെയും സിബിയെ ഉൾപ്പെടെയുള്ള മുഴുവൻ ജനവിഭാഗങ്ങളും ഒരു അമ്മയുടെ മക്കളായി കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സംസ്കാരത്തിൽ ജീവിക്കാനാണ്, സംസ്കാരത്തിൽ ജീവിക്കുന്നവരാണ് നമ്മളെല്ലാവരും. അതിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ചിഹ്നങ്ങൾ, അതിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ഗീതങ്ങൾ, അതെല്ലാം തിരിച്ചു കൊണ്ടുവരേണ്ടുന്നത് കാലഘട്ടത്തിന്റെ ആവശ്യമായപ്പോൾ തിരിച്ചു കൊണ്ടുവരാൻ സധൈര്യം മുന്നോട്ട് വരുന്ന ഒരു പാർട്ടിയെ, ഒരു സർക്കാരിനെ അഭിനന്ദിക്കുകയാണ് ചെയ്യേണ്ടുന്നത്. അല്ലാതെ അതിനകത്ത് ഞങ്ങൾക്ക് ചെല്ലാൻ സാധിക്കില്ല. എവിടെയാണ് ഈ ഓർഡറിനകത്ത്, മഞ്ജുഷയോടോ കാണിച്ചല്ലോ, ഈ ഓർഡറിനകത്ത് എണീറ്റ് നിൽക്കുന്നവരെല്ലാം കൂടെ ഏറ്റുചൊല്ലണമെന്നൊന്നും പറയുന്നില്ല. ഇതിനകത്ത് എവിടെയെങ്കിലും ഇവരെ നിർബന്ധിക്കുന്നുണ്ടോ? ഇത് വേണമെങ്കിൽ നിങ്ങൾ ചെല്ലണം എന്നുള്ളത് ഒരു ഗൈഡ് ലൈൻ മാത്രമാണ്, നിങ്ങൾക്ക് പാലിക്കാം. ഗവർണർ പങ്കെടുക്കുന്ന ഒരു പരിപാടി, അദ്ദേഹമാണ് ആ പരിപാടിയുടെ മുഖ്യ കാര്യസ്ഥൻ, അദ്ദേഹമാണ് ആ നയപ്രഖ്യാപന പ്രസംഗം, തന്റെ സർക്കാരിന്റെ പദ്ധതികൾ അവതരിപ്പിക്കാനായിട്ട് വന്നത് അദ്ദേഹമാണ്. അദ്ദേഹം അത് ചൊല്ലണമെന്ന് ആഗ്രഹിക്കുന്നു. ആ ആഗ്രഹം പറഞ്ഞതുപോലെ സ്പീക്കറെ അറിയിക്കുന്നു. സ്പീക്കർ എന്താണ് മറുപടി കൊടുത്തത് നമുക്കറിയില്ല. പക്ഷേ നിർഭാഗ്യവശാൽ അത് മുഴുവൻ ചെല്ലാതെ അത് അവസാനിപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. അതൊക്കെ പരിശോധിക്കപ്പെടേണ്ടതാണ്. അതിനകത്തൊന്നും BJP അഭിപ്രായം പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ നിങ്ങൾ ഇങ്ങനെ മുട്ടിലിഴയുന്നത് ജനം കാണുകയാണ്. കോൺഗ്രസ് പ്രതിനിധികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇങ്ങനെ മുട്ടിലിഴയാണ്. മറ്റൊരാൾ പറയുന്നത് കേട്ടു ഇന്ന്, ആരാണ്, മുഹമ്മദ് റിയാസും അദ്ദേഹത്തിന്റെ മറ്റേ പിണറായി വിജയനും, അദ്ദേഹത്തിന്റെ നേതാവ്, അദ്ദേഹത്തിന്റെ അമ്മായി പിണറായി വിജയൻ പറയുന്നത് കേട്ടു, വന്ദേമാതരം ആലപിക്കുമ്പോൾ എണീറ്റ് നിൽക്കണ്ടാവുന്നു. അത് എവിടെയാ പറയുന്നത്? അത് സർക്കാർ നിർദ്ദേശമുണ്ടെന്ന്. അങ്ങനെയെങ്കിലും നിർദ്ദേശം മഞ്ജുഷ കണ്ടോ? ഞാൻ ആ മുഴുവൻ ഓർഡർ വായിച്ചു നോക്കി. ഞാൻ അവിടെ എങ്ങും ഞാൻ ആ നിർദ്ദേശം കണ്ടില്ല. നിൽക്കണമെന്ന് നിർബന്ധമായി പറയുന്നില്ല. അത് ഇതിനകത്ത് ഒന്നും നിർബന്ധമായിട്ട് പറയുന്നില്ല കേട്ടോ. ഇത് ഡയറക്ഷൻസ് മാത്രമാണ്, നിർദ്ദേശങ്ങൾ മാത്രമാണ്. നിർബന്ധമല്ല. ഇതിനകത്ത് എവിടെയും നിർബന്ധം. സുപ്രീം കോടതി പോയപ്പോ സുപ്രീം കോടതി കൃത്യമായിട്ട് പറഞ്ഞില്ലേ, സിനിമാ ശാലകളിലും മറ്റും ആലപിക്കുകയാണെങ്കിൽ അവിടെ എഴുന്നേറ്റ് നിൽക്കേണ്ടതില്ല എന്ന ആ ഇൻസ്ട്രക്ഷനകത്തുണ്ട്, ആ ഗൈഡ് ലൈൻസിനകത്തുണ്ട്. രാഷ്ട്രപതിയും ഗവർണറും ഒക്കെ പങ്കെടുക്കുന്ന, ഭരണഘടനാ പദവിയുള്ളവർ പങ്കെടുക്കുന്നിടത്ത് എഴുന്നേറ്റ് നിൽക്കണം എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തെറ്റാണെങ്കിൽ മഞ്ജുഷനെ തിരുത്താം. ശരിയാട്ടോ. ദേശീയ ഗീതത്തിന്റെ കാര്യത്തിൽ ഞാൻ നേരത്തെ അത് വായിക്കുകയും ചെയ്തതാണ്. ദേശീയ ഗീതത്തിന്റെ കാര്യത്തിൽ, വന്ദേമാതരത്തിന്റെ കാര്യത്തിൽ തിയേറ്ററുകളിലെ കാര്യമാണ് പറഞ്ഞത് കേട്ടോ. അത് ആ സമയത്ത് എഴുന്നേറ്റ് നിൽക്കേണ്ട എന്നുള്ളതാണ്. എഴുന്നേറ്റ് നിൽക്കേണ്ടതില്ല. പക്ഷെ ഈ പറയുന്നത് അല്ല, ഒന്നും ഇതല്ല, കമ്പൽസറി അല്ല കേട്ടോ. നിർദ്ദേശമായിട്ട് മാത്രമാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകിയിരിക്കുന്നത്. നിർദ്ദേശങ്ങൾ മാത്രമാണ്. ഞങ്ങൾക്ക് ഇതൊന്നും താല്പര്യമില്ല, നിങ്ങൾ ചെല്ലണ്ട. ഞങ്ങൾ ആരെയും നിർബന്ധിക്കാൻ വന്നില്ലല്ലോ, ആരുടെയും തോളേക്കറാൻ വന്നില്ലല്ലോ. പക്ഷെ ഗവർണർ പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ അദ്ദേഹം അവിടെ വന്നിട്ട് ഇവർ എഴുതി കൊടുത്ത മുഴുവൻ ബ്ലണ്ടർ വായിക്കാൻ തയ്യാറാകുകയാണ്. ഇന്ദിരാ പത്രിക അത് ഇതെല്ലാം ഉൾപ്പെടുത്തിയ ആ നയപ്രഖ്യാപനം മൊത്തം അദ്ദേഹം വായിച്ചു. പ്രശ്നം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് പോലും വന്ദേമാതരത്തിന് അനുകൂലമായിട്ട്, വന്ദേമാതരത്തിന് അനുകൂലം എന്ന് പറയുമ്പോൾ കോൺഗ്രസ് വന്ദേമാതരത്തിന് എതിരാണെന്നല്ല ഞാൻ പറഞ്ഞത്. വന്ദേമാതരത്തിന്റെ മുഴുവൻ വരികളും പാടേണ്ട എന്നുള്ളതാണ് കോൺഗ്രസിന്റെ നിലപാട് എന്നുള്ളതാണ്. അത് മതനിരപേക്ഷമല്ല എന്ന് കണ്ടുകൊണ്ടാണ്. പക്ഷേ കോൺഗ്രസിന്റെ നേതാക്കളും ഇക്കാര്യത്തിൽ ആശയക്കുഴപ്പത്തിലാകും. ഇത് കോൺഗ്രസിന്റെ ഗീതമാണ് എന്ന രീതിയിലായിരുന്നു സ്വാതന്ത്ര്യ സമരകാലത്ത്. അതിപ്പോഴും മനസ്സിലേറ്റുന്ന കോൺഗ്രസ്സുകാരുണ്ട്. അതാണ് ഈ BRM ഷഫീറിന്റെ കാര്യം ഇവിടെ പറഞ്ഞത്. അദ്ദേഹം പരസ്യമായിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതാണ്, ഇത് ഞങ്ങളുടെ ഗീതമാണ് എന്നുള്ള രീതിയിൽ, മുഴുവനും ഞങ്ങൾ പാടും എന്ന്. അപ്പോൾ അവരുടെ ആശയക്കുഴപ്പം, പക്ഷെ നിങ്ങളുടെ നിർബന്ധം പറ്റില്ല എന്നുള്ളതും. ഷാക്കിർ,
കേട്ടില്ല, എന്നോടാണോ? അല്ല, ഇതിനകത്ത് ഞാൻ പറഞ്ഞത് ഈ കോൺഗ്രസിന്റെ ആശയക്കുഴപ്പമാണ്. ഇവിടെ BRM ഷഫീറിന്റെ കാര്യം പറഞ്ഞിരുന്നു ജിതിൻ ദേവ്. അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതാണ്, ഇത് ഞങ്ങളുടെ ഗീതമാണ്, കോൺഗ്രസിന്റെ ഗീതമാണ്, ഞങ്ങൾ ഇത് ആലപിക്കും എന്ന്. പക്ഷേ ലീഗ് നിർബന്ധ ബുദ്ധി പറയുകയാണ് ഞങ്ങൾക്കിത് പറ്റില്ല എന്നുള്ള കാര്യം. അതുകൊണ്ട് കോൺഗ്രസ് വഴങ്ങുന്നു. അതായത് കോൺഗ്രസിന് ഇക്കാര്യത്തിൽ ആശയക്കുഴപ്പമുണ്ട് ദേശീയ തലത്തിലും. നിങ്ങൾ എന്തിനാണ് എല്ലാ സംഗതികളും ലീഗിനെ കൂട്ടിക്കെട്ടുന്നത്? ഇന്ത്യ രാജ്യത്ത് എത്ര സംസ്ഥാനങ്ങളിൽ ലീഗ് ശക്തമാണ്? 76 കൊല്ലമായി ഇന്ത്യ രാജ്യത്ത് നിലനിന്നു പോന്നിരുന്ന സംവിധാനം. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും BR അംബേദ്കറും ഉൾപ്പെടെയുള്ള ആളുകൾ മാറ്റിവെച്ച വരികൾ BJPയുടെ ഒരുപാട് കാലത്തെ 15 വർഷത്തോളം ഭരിച്ചതിന് ശേഷം വരുന്ന ഒരു ഗവൺമെന്റ് പറയാൻ സമ്മതിക്കും നിങ്ങൾ. അല്ല, ഇതിപ്പോ ആ മര്യാദ ഇങ്ങോട്ടും വേണം ഷാക്കിറേ, ആ മര്യാദ ഇങ്ങോട്ടും വേണം. ഇവിടെ ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നപ്പം ഇടയ്ക്ക് കയറി കുറച്ചല്ലോ, അപ്പൊ തിരിച്ചങ്ങോട്ടും കിട്ടും. ഇടപെടുക തന്നെ ചെയ്യും. മര്യാദ എന്ന് പറയുന്നത് വൺ വേ ട്രാഫിക് അല്ല. ആയിക്കോട്ടെ, കുഴപ്പമില്ല. അല്ല, ഞാൻ ഇന്നത്തെ മഞ്ജുഷേ ഇന്നത്തെ ചർച്ചയിൽ എനിക്കുള്ള ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഞാൻ BJPയെ വിമർശിച്ചിട്ടുണ്ട്. ആ BJP വിമർശിച്ചാൽ അദ്ദേഹത്തിന് എന്നെയും തിരിച്ച് വിമർശിക്കാൻ ഞാൻ സ്വാഗതം ചെയ്യുന്നു. എനിക്കതിൽ കുഴപ്പമില്ല. പക്ഷെ രാഷ്ട്രീയ നിരീക്ഷകൻ എന്നുള്ള പേരിൽ ഒരുപാട് കാലമായി ഷാബു പ്രസാദ് പോലെയുള്ള ആളുകൾ കൃത്യമായ സംഗീതം തലക്കകത്തുണ്ടായി രാഷ്ട്രീയ നിരീക്ഷകനാണെങ്കിൽ എനിക്ക് എന്റെ രാഷ്ട്രീയമുണ്ട്, അത് ഞാൻ പറയുക തന്നെ ചെയ്യും. അല്ല, എനിക്ക് സന്തോഷമായി. അതുകൊണ്ട് നിങ്ങൾ എന്നോട് രാഷ്ട്രീയം പാടില്ല, എന്നോട് ദേഷ്യം പിടിക്കണ്ട. എനിക്ക് സൗകര്യമുള്ള ഞാൻ പറയും. എന്നോട് ദേഷ്യം പിടിക്കണ്ട. നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ആരാ ഇത് ചോദിക്കാൻ? എന്നെ തെറി പറഞ്ഞിട്ട് കാര്യമില്ല. പറയണ്ട. എനിക്ക് എന്റെ വ്യക്തമായ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം ഞാൻ പറയുകയും ചെയ്യും. BJPയുടെ സുഹൃത്ത് വളരെ മാന്യമായ മറുപടി പറഞ്ഞു അല്ലേ? സുഹൃത്ത് വളരെ മാന്യമായ മറുപടി പറഞ്ഞു. എന്നെ തിരിച്ചു നിങ്ങൾ അർഹിക്കുന്ന മാന്യതയെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതിപ്പോ അല്ല, അത് നിങ്ങൾ അർഹിക്കുന്ന മാന്യതയെ എനിക്കത് പ്രശ്നമില്ലെന്ന്. ഞാൻ ഇന്ന് വളരെ വലിയ സന്തോഷത്തിലാണ്. പല സുഹൃത്തുക്കൾ പറയും ഈ ഷാബു പ്രസാദ് പോലെയുള്ള ആളുകൾ രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന് പേര് വെച്ചിട്ട് RSSന്റെ ആളുകളെ അവതരിക്കാറാണ്. ഇന്നത് കൃത്യമായി നിങ്ങളുടെ ഭാവ് കൊണ്ട് തന്നെ നിങ്ങൾ പറഞ്ഞു. ഞാൻ വിഷയത്തിലേക്ക് വരികയാണ്. ഞാൻ ആശയക്കുഴപ്പത്തെ കുറിച്ച് പറഞ്ഞു. ഒന്നുകൂടി ഞാൻ വ്യക്തമായിട്ട് പറയാം ഷാക്കിറെ. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേമാതരം മുഴുവനായിട്ട് ആരംഭിച്ചിരുന്നു. അന്ന് ഞങ്ങൾ ഇത് അറിഞ്ഞില്ല, അബദ്ധം പറ്റിപ്പോയതാണ് എന്ന് പറഞ്ഞ് സർക്കാർ കൈകഴുകിയായിരുന്നു. ഇന്നും ഇത് മുസ്ലിം ലീഗിന്റെ പ്രശ്നമാണ്. ശരി, അന്നും കോൺഗ്രസ് സംസ്ഥാനം നേരിടാൻ പോകുന്ന ആശയക്കുഴപ്പം എന്ന് പറയുമ്പോൾ അല്ല, കോൺഗ്രസിലെ തന്നെ പല നേതാക്കൾക്കും വന്ദേമാതരത്തിനെതിരെ അഭിപ്രായമില്ല. അത് മാത്രമല്ല, സത്യപ്രതിജ്ഞാ ചടങ്ങിൽ കണ്ടത് എന്താണ്? സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേമാതരം മുഴുവനായിട്ട് ആലപിച്ചിരുന്നു. അപ്പോൾ ആർക്കും കുഴപ്പമുണ്ടായില്ലല്ലോ. അത് LDF എതിർത്തിരുന്നു അതിനെ, അത് ശരിയായില്ല എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ അബദ്ധം പറ്റിയതാണ്, ഞങ്ങൾ അറിഞ്ഞില്ല, പാടി തുടങ്ങിയപ്പോഴാണ് ഇത് അറിഞ്ഞത് എന്ന് പറയുന്നു. പിന്നീട് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞില്ലേ, അത് ഞങ്ങൾ ശ്രദ്ധിച്ചിട്ട് ഞങ്ങൾ അറിയില്ലായിരുന്നു. എന്നാൽ നിങ്ങൾക്ക് MLA-മാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേമാതരം ചൊല്ലിയോ? നിങ്ങൾ കണ്ടിരുന്നോ? ഇന്ന് എന്താ സംഭവിച്ചത്? ഞങ്ങൾക്കൊരു പാർട്ടിയുണ്ട്, മുന്നണിയുണ്ട്. ആ മുന്നണിയുടെയും പാർട്ടിയുടെയും നയങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ളതായതുകൊണ്ട് ഞങ്ങൾ പിന്നെ എന്തിനാണ് നിങ്ങൾ ലീഗിന്റെ പിന്നെ MLA-മാരുടെ നിങ്ങൾ നേരത്തെ BJPയുടെ സുഹൃത്ത് പറഞ്ഞില്ലേ ഇത് സുപ്രീം കോടതി അല്ല അല്ല ഞാൻ പറയുന്നത് അത് രാജ്യത്ത് നിർബന്ധമുള്ളൊരു സംഗതിയല്ല. പിന്നെ എന്തിനാ നിങ്ങൾ വെറുതെ തർക്കത്തിന് നിൽക്കുന്നത്? താല്പര്യമുള്ള BJPക്കാർക്ക് താല്പര്യമുണ്ട്, നിങ്ങൾ ചൊല്ലിക്കോ. ആർക്കാ വിരോധം? പിന്നെ എല്ലാവരെ കൊണ്ടും അടിച്ചേൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് രാജ്യത്ത് നിയമവിരുദ്ധല്ലേ? നിങ്ങൾ അതിൽ അനാവശ്യമായി തർക്കം ഉണ്ടാക്കി ലീഗിന്റെ മേത്ത് കുതിര കയറാൻ നിൽക്കണോ? ലീഗ് വല്ലതും പറഞ്ഞോ? ആ വിഷയത്തിൽ മുസ്ലിം ലീഗ് വല്ല അഭിപ്രായം പറഞ്ഞോ? ഞാൻ ഇന്ന് ചർച്ചയിൽ എന്താ പറഞ്ഞത്? രാഷ്ട്ര ശില്പികളായിട്ടുള്ള നേതാക്കന്മാർ അല്ല ലീഗിന്റെ പ്രതിനിധി പങ്കെടുക്കുന്ന ചർച്ചയിൽ ലീഗിനോടല്ലേ പറയുന്നത്? രാഷ്ട്ര ശില്പികളായിട്ടുള്ള നേതാക്കന്മാർ അല്ല ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അതിന്റെ പറഞ്ഞത് രാഷ്ട്രശില്പികളായിട്ടുള്ള നേതാക്കന്മാർ മാറ്റിവെച്ചിട്ടുള്ള വരികൾ 76 വർഷത്തിന് ശേഷം ദുരുദ്ദേശത്തോടു കൂടി BJP കൊണ്ടുവരുന്നു.
ശാക്കര നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. BR അംബേദ്കർ വേണ്ട അതിനകത്ത് അല്ലല്ല ശാക്കര ഒരു മിനിറ്റ്. ആ ഭരണഘടനാ സമിതിയിൽ ഇതിന് എതിർപ്പുന്നയിച്ച ആളുടെ പേര് മുഹമ്മദ് സാദുള്ള എന്നുള്ളതാണ്. അദ്ദേഹം നിങ്ങളുടെ നേതാവായിരുന്നു. അദ്ദേഹമാണ് ഇത് ഉൾപ്പെടുത്തുന്നതിനെ എതിർപ്പുന്നയിച്ചത്. അതിന്റെ തലവൻ എന്ന രീതിയിൽ BR അംബേദ്കർ അത് അംഗീകരിക്കുകയായിരുന്നു. നിങ്ങൾ കുറച്ചു നേരമായിട്ട് ഈ BR അംബേദ്കറിനെ കൂട്ടുപിടിക്കുന്നുണ്ട്. അത് തെറ്റാണ്, നിങ്ങളുടെ വാദം തെറ്റാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ BR അംബേദ്കർ നന്ദലാൽ ബോസിന്റെ പെയിന്റിങ്സുകൾ BR അംബേദ്കർ ഭരണഘടനാ നിർമ്മാണ സമിതി ചെയർമാനല്ലേ? അല്ല ശ്രീ സഹോദര, BR അംബേദ്കർ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷനല്ലേ? നിങ്ങളുടെ പ്രതിനിധിയാണ് അവിടെ എതിർപ്പായിട്ട് നാമമാത്രമല്ലേ ഉണ്ടായിരുന്നു. ഒരു കമ്മിറ്റി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് ആ കമ്മിറ്റി തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു തീരുമാനം എടുത്തതാണ് കേട്ടോ. അങ്ങനെ ഒരു തീരുമാനം എടുത്തതായിരുന്നു. നിർദ്ദേശത്തിലേക്ക് വന്നതുമില്ല. ശാക്ര, മറ്റൊരു കാര്യം ഇതിനകത്ത് ഇപ്പോൾ BJP-യും കേന്ദ്ര സർക്കാരും ഒക്കെ ഇപ്പോൾ ഇത് ചർച്ചയാക്കുന്നത് ഇത് അമ്മയെ വണങ്ങുന്ന ഭാഗമാണ് നിങ്ങൾ ഈ ഒഴിവാക്കിയിരിക്കുന്ന വരികൾ എന്ന് പറയുന്നത്. അതെന്തിനാണ് നിങ്ങൾ ഈ അപരമത വിദ്വേഷം അവിടെയുണ്ട്, അത് ഞങ്ങൾക്ക് ആലപിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഇപ്പോഴും ഒഴിവാക്കി നിർത്തുന്നത് എന്നാണ്? അതല്ലല്ലോ മതേതരം. ഒരു മഞ്ജുഷയെന്ന് പറഞ്ഞോട്ടെ, എനിക്ക് രണ്ട് കാര്യങ്ങൾ പറയാനുള്ള. ഒന്നെന്ന് പറയുന്നത് ഇതിപ്പോ ഇനി ചർച്ചയുടെ ഒരു ഫോക്കസ് പോകുന്നത് മുസ്ലിം ലീഗ് നിർബന്ധിച്ചതുകൊണ്ട് കോൺഗ്രസ് ഇത്തരം ഒരു നിലപാടെടുക്കുന്നു എന്ന തരത്തിലേക്കാണ്. എനിക്ക് തോന്നുന്നില്ല അതാണ് സത്യമെന്ന്. കാരണം വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം തന്നെ ഈ മാറ്റിവെച്ച സ്റ്റാൻസുകൾ തിരിച്ചു കൊണ്ടുവരുന്നതിനെതിരെ നയപരമായ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അപ്പൊ ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് ഭരിക്കുന്ന എല്ലാ ഇടങ്ങളിലും ഇത്തരം വളരെ സ്ട്രിക്റ്റ് ആയ ഒരു സ്റ്റാൻഡ് തന്നെയാണ് അവരെടുക്കുന്നത്. അതിനകത്ത് ഇപ്പം മുസ്ലിം ലീഗ് എന്ന് പറയുന്ന കേരളത്തിലെ ഒരു സഖ്യകക്ഷിയാണ്. മുസ്ലിം ലീഗിന് കേരളത്തിലെ 1-2 ജില്ലകളിലോ അല്ലെങ്കിൽ അതിനപ്പുറത്തേക്കുള്ള സ്വാധീനം കൃത്യമായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിന്റെ നിർബന്ധപ്രകാരമാണ് ദേശീയ തലത്തിൽ കോൺഗ്രസ് ഇത്തരം ഒരു തീരുമാനം ഇപ്പോൾ എടുക്കുന്നത് എന്ന് പറയുന്ന ഒരു വാദത്തിനകത്ത് അർത്ഥമില്ല. അത്തരത്തിലേക്ക് ഒരു ചർച്ച കൊണ്ടുപോകാതിരിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എന്റെ ഒരു അഭിപ്രായം. രണ്ടാമത്തെ നേരത്തെ പറഞ്ഞതുപോലെ ഏതാ പ്രിയങ്ക ഗാന്ധിക്ക് MP ആവണ്ടേ? അല്ല, പ്രിയങ്ക ഗാന്ധിക്ക് MP ആവുന്നതിന്റെ പ്രശ്നമല്ലല്ലോ. പ്രിയങ്ക ഗാന്ധിക്ക് മറ്റൊരു സ്ഥലത്ത് നിന്ന് MP ആവാൻ പറ്റും. അതിന്റെ അല്ലല്ലോ വിഷയം എന്ന് പറയുന്നത് കോൺഗ്രസ് ദേശീയ തലത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു കോൺഗ്രസ് പ്രതിനിധിയല്ല. ശ്രീ ജിതിൻ ദേവിന്റെ സ്വന്തമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ കോൺഗ്രസ് പ്രതിനിധി അല്ല. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അപ്പം ഈ ഒരു രണ്ടാമത്തെ കേസ് പിന്നെ ഇവിടെ ചർച്ച നടക്കുമ്പോൾ പൊതുവെ ഉയരുന്ന ഒരു വാദം എന്ന് പറയുന്നത് പണ്ട് പാകിസ്ഥാൻ വിഭജിച്ചു പോയ മുസ്ലിം ലീഗാണ് ഇപ്പൊ ഈ മുസ്ലിം ലീഗ് എന്നാണ്. അങ്ങനെയല്ല, അത് അന്നത്തെ മുസ്ലിം ലീഗ് ഏതാണ്ട് ജിന്നയോടൊപ്പം പാകിസ്ഥാനിലേക്ക് പോയി കഴിഞ്ഞിരുന്നു. ഓക്കെ, ഈ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞത് BRM ഷെറീഫ് പറഞ്ഞ വിഭജനത്തിന്റെ സമയത്ത് ജിന്നയുടെ കൂടെ പോയവർ അങ്ങോട്ട് പോയി, ജിന്നയുടെ ബാക്കിയുള്ളത് ഇവിടെ കിടന്നു, ഇവിടുത്തെ മുസ്ലിം ലീഗായി. ഇതേ ഉള്ളൂ വ്യത്യാസം. ഇത് തന്നെ, അല്ലാതെ ഇതിനകത്ത് ഒരു കാര്യം കൂടെ മഞ്ജുഷ, അതായത് BRM ഷഫീറിനെ പോലെയുള്ള കോൺഗ്രസ്സുകാർ ഈ പറഞ്ഞ പോലെ ഒരു ഗാനം എന്ന നിലയ്ക്ക് നമ്മുടെ ചരിത്രത്തില്, നമ്മളുടെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലെ ചരിത്രത്തിൽ വളരെ ഉജ്ജ്വലമായി തിളങ്ങി നിൽക്കുന്ന ഒരു ഗാനം തന്നെയാണ് വന്ദേമാതരം. ആ വന്ദേമാതരം പൂർണ്ണമായിട്ട് പാടാൻ ഒരു നോർമൽ ഫംഗ്ഷനിലോ അല്ലെ ഒരാൾക്ക് പാടണമെങ്കിലോ ഒക്കെ പാടാനുള്ള പൂർണ്ണമായ റൈറ്റ് ഉണ്ട്. അതിനകത്ത് ഇയാൾ പറഞ്ഞതുപോലെ, ശ്രീ ഷരീഫ് പറഞ്ഞതുപോലെ, അത് എല്ലാ മനുഷ്യന്റെ, എല്ലാ ഭാരതീയന്റെ അവകാശമാണ്. പക്ഷേ നമ്മൾ അതിനെ ഒരു ഭരണഘടനാപരമായ ഒരു സംഗതിയാകുമ്പോൾ നമ്മൾ ഈ ഭരണഘടനാ അനുസൃതമായിട്ട് നമ്മുടെ എല്ലാ ജനവിഭാഗങ്ങൾക്കും യോജിച്ചതാണോ, അല്ലെ ആരുടെയെങ്കിലും വൈകാരികതയെ അത് മുറിവേൽപ്പിക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് മാത്രമാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യാറ്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ 3-4 സ്റ്റാൻസുകൾ, ഈ പറഞ്ഞ ബുദ്ധിമുട്ടുണ്ടാകുന്ന സ്റ്റാൻസുകൾ ഒഴിവാക്കിയത്. അപ്പം അത് പൊതുചടങ്ങിൽ പാടുമ്പോൾ അതിന്റെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പൊ കേരളത്തിൽ നടക്കാൻ പോകുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളത്തില് ശ്രീ അർലേക്കർ കേരളം കണ്ട ഒരു പക്ഷേ ഏറ്റവും ശക്തനായ ഒരു RSS നേതാവ് എന്ന നിലയ്ക്ക് അദ്ദേഹം RSS അജണ്ടകൾ കൃത്യമായിട്ട് നടപ്പിലാക്കാൻ വളരെ ശക്തിയുക്തം പ്രയത്നിക്കുന്ന ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ എല്ലാ ചടങ്ങുകളിലും, അദ്ദേഹത്തിന് കൺട്രോളുള്ള എല്ലാ ചടങ്ങുകളിലും വന്ദേമാതരം ഫുൾ പാടും എന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അതേസമയം തന്നെ സംസ്ഥാന സർക്കാരിന് കൺട്രോളുള്ള ചടങ്ങുകളിൽ തീർച്ചയായിട്ടും ആ ഗാനം ഉണ്ടാവുകയുമില്ല. അതിന്റെ ഗാനം ഉണ്ടാവില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഈ പറഞ്ഞ വിവാദ സ്റ്റാൻസുകൾ ഉണ്ടാവുകയുമില്ല. ഇതാണ് കേരളത്തിൽ നടക്കാൻ പോകുന്നത്. ഗവർണറും സംസ്ഥാന സർക്കാരും തമ്മിൽ ഒരു ടഗ് ഓഫ് വാർ ഉണ്ടാകും, അക്കാര്യത്തിൽ സംശയമില്ല. ഒരു സംശയം വേണ്ട. ഈ യുദ്ധം തുടരുക തന്നെ ചെയ്യും. ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടിയുണ്ട്. സംസ്ഥാന സർക്കാരിന് പലപ്പോഴും അബദ്ധം പറ്റുവാനുള്ള സാധ്യതയുണ്ട്. ഒരു തവണ അബദ്ധം പറ്റി സത്യപ്രതിജ്ഞാ ചടങ്ങിൽ. അപ്പോൾ അത് സത്യപ്രതിജ്ഞാ ചടങ്ങ് കുറെ കൂടി, സത്യപ്രതിജ്ഞാ ചടങ്ങും അന്ന് സർക്കാർ അധികാരം ഏറ്റിട്ടില്ലല്ലോ. അധികാരം ഏൽക്കില്ല. അപ്പൊ അധികാരം കുറച്ചുകൂടെ ലോക് ഭവനിലായിരുന്നു. അതെ.
ലോക്ഭവൻ ഇപ്പൊ ഇവിടെ നമ്മൾ നിയമസഭ വരുമ്പോൾ നിയമസഭയുടെ പരമാധികാരി സ്പീക്കറാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലാണ്, അദ്ദേഹത്തിന് തീരുമാനിക്കാൻ കഴിയും. തിരിച്ച് നാളെ ലോക്സഭയിൽ നടക്കുന്ന എല്ലാ ചടങ്ങും ഭാരതാംബ വിവാദം പോലെ സർവകലാശാലകളിലേക്ക് നീങ്ങും ഇത്. അതെ അതെ, ഗവർണർക്ക് ശക്തിയുള്ള എല്ലായിടത്തും നടപ്പിലാക്കാൻ ശ്രമിക്കും. ശരി ഷാബു, അങ്ങനെ ഒരു ഗവർണർ സർക്കാർ പോരിലേക്കാണ് കേട്ടോ ഇത് പോകുന്നത്, ഈ പറയുന്ന വന്ദേ മാതരം വിവാദം. ഒരു വലിയ വലിയ കഷ്ടപ്പാട് മഞ്ജുഷ, ഇത് വളരെ വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഈ കേരളത്തിന് മുഴുവൻ, രാജ്യം മുഴുവനും നാണക്കേടുണ്ടാക്കാൻ പോകുന്ന ഒരു കാര്യമാണിത്. രാജ്യം മുഴുവനും ഇത് ചർച്ച ചെയ്യും. അല്ല, ഇത് മറ്റു സംസ്ഥാനങ്ങളിലെ കാര്യം ചർച്ചയാവുന്നുണ്ട്. തമിഴ്നാട്ടിൽ ശ്രീ ഷാബു പ്രസാദ്, ഞാനൊരു കാര്യം പറയാം. ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ കേരളത്തിന് പുറത്ത് ജീവിക്കുന്ന ഒരു മലയാളിയാണ്. ഇതിനകത്ത് വലിയ നാണക്കേടിന്റെ പ്രശ്നമൊന്നുമില്ല. മതനിരപേക്ഷതയ്ക്ക് വേണ്ടി കേരള ജനത നിലനിൽക്കുന്നതിന്റെ ഒരു സാക്ഷ്യപത്രമായിട്ട് ഞങ്ങൾ പുറത്തുള്ള മലയാളികൾ ഇതിനെ കാണുന്നുണ്ട്. CV സത്യൻ, ഞാൻ നാണമുള്ളവരുടെ കാര്യമാണ് പറഞ്ഞത്. നാണമില്ലാത്തവർക്ക് നാണക്കേടിന്റെ പ്രശ്നമൊന്നും വരില്ല. നാണമുള്ള മലയാളിക്ക് നാണക്കേടുണ്ടാവും. ഇപ്പൊ നിങ്ങൾക്ക് നാണക്കേടുണ്ടായില്ലെങ്കിൽ എന്റെ പ്രശ്നമല്ല, അത് നിങ്ങളുടെ പ്രശ്നമാണ്. പിന്നെ ഇതൊരു കാര്യമുണ്ട്. അല്ല, കുഴപ്പമില്ല. പൊതുവെ മലയാളി സമൂഹത്തിന് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. അല്ലല്ല, പൊതുവെ നിങ്ങൾ മുഴുവൻ മലയാളി സമൂഹത്തിന്റെ ഒന്നും അച്ചാരമൊന്നും എടുക്കല്ലേ സാർ. താങ്കളുടെ കാര്യം പറഞ്ഞു. കേരളത്തിന് പുറത്ത് ധാരാളം സഞ്ചരിക്കുകയും ജീവിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ. താങ്കൾക്ക് നാണമില്ലെങ്കിൽ അത് നിങ്ങളുടെ പ്രശ്നമാണത്, എനിക്ക് പ്രശ്നമൊന്നുമില്ല അത്. പിന്നെ അതേപോലെ നാണം ഇല്ലാത്തവർക്കും. പിന്നെ മഞ്ജുഷേ, ഒന്ന് ആലോചിച്ച് നോക്കിയേ, അതായത് ഇവിടെ എല്ലാവരും ഒരുപോലെ സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട്. സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും ആവേശകരമായ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ആവേശമായ ഈ ഗാനം, ഇത് അന്നും 1937 ഇപ്പോഴും എന്നും ഇത് മുസ്ലിം ലീഗിന്റെ പ്രശ്നമായിരുന്നു. മുസ്ലിം ലീഗിന്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ്. പിന്നെ ഇവിടെ സിബി സത്യൻ മുസ്ലിം ലീഗിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചു. ആ മുസ്ലിം ലീഗ് അല്ല, ഈ മുസ്ലിം ലീഗാണ്. സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ, പിളർന്നപ്പോൾ ഇവിടെ നിന്ന് ജിന്നയുടെ കൂടെ കുറെ മുസ്ലിം ലീഗുകാർ അങ്ങോട്ട് പോയി, ബാക്കിയുള്ള മുസ്ലിം ലീഗുകാർ ഇവിടെ തന്നെ അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗായി, IUML ആയി. ഇതാണ് അതിന്റെ വാസ്തവം. ഇങ്ങനെയാണെങ്കിൽ ഇന്ത്യ മൊത്തം IUML ഉണ്ടാവണ്ടല്ലേ സാർ? ഇത് കേരളത്തിൽ മാത്രമല്ലേ ഉള്ളൂ, പിന്നെ കുറച്ച് തമിഴ്നാട്ടിലും. ലോകത്താർക്കും വേണ്ടാത്ത കുറെ സാധനങ്ങൾ വന്ന് അടിഞ്ഞുകൂടുന്ന ഒരു വേസ്റ്റ് ബിന്നാണല്ലോ ഇപ്പൊ കേരളം. മുസ്ലിം ലീഗ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഇതൊക്കെ ലോകം തിരസ്കരിച്ചതാണ്. അവരെല്ലാം കൂടി ഇപ്പൊ ഇവിടാണല്ലോ വന്ന് അടിഞ്ഞുകൂടിയിരിക്കുന്നത്. ഒന്ന് ആലോചിക്കുക, കോൺഗ്രസ് പാർട്ടി ഇന്ത്യ മുഴുവനും ഏകദേശം അവരെ തിരസ്കരിച്ചു. പക്ഷെ കേരളത്തിൽ അവർക്ക് ശക്തിയുണ്ട്. അങ്ങനെ ലോകത്തിനും രാജ്യത്തിനും വേണ്ടാത്ത സർവ്വ സാധനങ്ങളും അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ സംസ്ഥാനത്തുണ്ട്. ആ കൂട്ടത്തിൽ മുസ്ലിം ലീഗ് ഉണ്ട്, CPM ഉണ്ട്, CPI ഉണ്ട്. വേറെ എവിടെയെങ്കിലും ഉണ്ടോ ഈ സാധനങ്ങളൊക്കെ? ഷാബു പ്രസാദ് അതൊന്നുമില്ലേ. അപ്പൊ ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ. ഞാനിത് ഇത്രേ പറഞ്ഞുള്ളൂ. ഇത് വളരെ കഷ്ടമായിട്ടുള്ള, ഇങ്ങനെയല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ത്യയിലെ എല്ലാ സാമൂഹിക സൂചികകളിലും ഏറ്റവും മുന്നിൽ നിൽക്കുന്ന കേരളം പോലുള്ള സംസ്ഥാനം ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നതും അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ നിലനിർത്തുന്നതും അതിനകത്ത് അതിൻ്റെതായ നന്മയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായതുകൊണ്ടാണ്. അല്ലാതെ ബാക്കിയുള്ള ഈ പറഞ്ഞതുപോലെ താങ്കൾ സഞ്ചരിച്ച പോലെ ഉത്തരേന്ത്യയിൽ ഞാനും സഞ്ചരിച്ചിട്ടുണ്ട് ഒരുപാട്. അപ്പൊ അവിടെയൊക്കെ നിൽക്കുന്ന ഒരു സോഷ്യൽ ഇൻഡെക്സിനെ താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ കേരളം എത്രയോ മുന്നിലാണ് നമ്മൾ മനസ്സിലാക്കണം. തമിഴ്നാട്ടിൽ DMK പോലും ഈ രീതിയിലുള്ള പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. അതുപോലെ മറ്റൊരു സംസ്ഥാനങ്ങളിലും ഈ രീതിയിലുള്ള പ്രശ്നം ഉണ്ടായിട്ടില്ല. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി കേരളം വീണ്ടും ദേശീയ ശ്രദ്ധയിലേക്ക് വരുന്നതിന്റെ ഒരു പ്രധാന കാരണം ഈ വന്ദേ മാതരം ആലപിക്കണോ വേണ്ടയോ എന്ന വിഷയത്തിലായത് വളരെ ഒരു മലയാളി എന്നുള്ള നിലയിൽ എനിക്ക് വിഷമമുണ്ട്. ശരി, ചർച്ച അവസാനിപ്പിക്കുകയാണ്. നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. നിയമസഭയിൽ വന്ദേ മാതരം ആലപിച്ചതിനോട് യോജിപ്പുണ്ടോ? യോജിക്കുന്നവർ 65%, യോജിക്കാത്തവർ 30%. വേണ്ടി അവസാനിക്കുന്നു. നന്ദി.